എനിക്ക് നോക്കാതിരിക്കാൻ പറ്റൂല. എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ പിന്നെ കണ്ടോണ്ടിരിക്കണം. കേരളത്തിന്റെ ഒരു സൈഡുകളിലും പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലത്തെയൊക്കെ ഇതിലാണ് ശബ്ദങ്ങളിലൊക്കെയാണ് എനിക്ക് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല. ഞാൻ അതിനെപ്പറ്റി അല്ല ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അന്നത്തെ ആ ഒരു പെർട്ടിക്കുലർ ലൈവിൽ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞപ്പം ഈവൻ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാരും നമ്മുടെ ഓഡിയൻസിനും വരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തിനാണ് പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഭയങ്കര ഞാൻ എൻ്റെ സ്വന്തം സൈഡിൽ നിന്ന് തന്നെ പറയാം, ഭയങ്കര ഇമ്മച്യൂർ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ട് സംസാരിച്ചത് എന്നുള്ളൊരു സാധനം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനൊരു വ്യക്തത എനിക്ക് തരണം. നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ ജസ്റ്റ് ഇത് ഞാൻ പറയുകയാണ്, ഇത് വേറെ സൈഡിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുള്ളത് കൊണ്ട് പറയാം. അവർക്കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നിനക്കൊക്കെ ഇവിടെ ഇരുന്ന് തെറി ഊമ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല തള്ളക്കി വിളിക്കാൻ തിരിച്ചു വിളിക്കും. എനിക്ക് അങ്ങനത്തെ പേടിയുള്ള കാര്യമൊന്നുമല്ല, മനസ്സിലായോ? അപ്പോൾ മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കാനാണെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കും. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടേ കേൾത്തുള്ളൂ. അപ്പം മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കാമെന്നുണ്ടെങ്കിൽ കേൾക്കണം. ഇവിടെ തെറി ഊമ്പിക്കൊണ്ടിരുന്ന മുട്ടം തെറി, അതിനൊക്കെ തെറി, നിന്നെക്കാളും തെറി എനിക്ക് വിളിക്കാൻ അറിയാം. അത് നിങ്ങൾക്ക് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വന്നവന്മാർക്കെല്ലാം കിട്ടിയിട്ടുള്ളതും ആണെന്ന് എനിക്ക് തന്നതുപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം, ഞാൻ എല്ലാ ക്വസ്റ്റിനുള്ള മറുപടി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ലൈവ് നിങ്ങൾ എപ്പോഴും ആലോചിച്ചു. അതായത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കോമ്പറ്റീഷൻ ആയിട്ട് തോന്നിയിട്ടില്ല, ഞാൻ ഇവരെ ഒന്നും ഒഴിവാക്കിയിട്ടില്ല, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടില്ല. എന്നിട്ടും പെട്ടെന്ന് ഞാൻ ഒരു മനുഷ്യന് ഒരു ട്രിഗർ പോയിന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്തിനായിരിക്കും ഞാൻ ട്രിഗർ ആയത്? വെറുതെ ഞാൻ വന്നിട്ട് ഒരു ദിവസം വന്നിരുന്ന് ആൾക്കാരെ അവരെ വിളിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ വെറുതെ എനിക്ക് വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇതുവരെ അതിനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ആവായിരുന്നു കേസ്. എന്തിനാണ് ഇത്രയും നാൾ വരെ ഞാൻ വെയിറ്റ് ചെയ്ത്? എന്തിനാ? ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്ന MRC പറയേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം, എനിക്കിത് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്. ഈവൻ ദോ ഇത് കുറെ ആൾക്കാരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. തൊപ്പിയുടെ സൈഡിൽ നിന്ന് പോലും എൻ്റെ അടുത്ത് കുറച്ച് പേര് ആൾക്കാർ ചാറ്റ് നോക്കിയിട്ട് തൊപ്പിയെ എന്തിനാണ് ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്തതെന്ന്. നമ്മൾ MRC ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ പൊക്കോണ്ടിരുന്ന സമയത്ത് പോലും ചാറ്റ് നോക്കിയിട്ട് ചാറ്റിൽ ഈഗിളിനെ പേടിയാ എന്ന് പറഞ്ഞിട്ട് തൊപ്പി, നമ്മൾ MRC ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അതിന് ഒരു പ്രശ്നം ഇല്ലാതെ പൊക്കൊണ്ടിരുന്ന സമയത്ത് പോലും തൊപ്പി ചാറ്റ് നോക്കിയിട്ട് ഈഗിളിനെ പേടിയാ, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പൊക്കെ ഇറങ്ങി എനിക്ക് ഈഗിളിനെ അല്ല ദൈവം തമ്പുരാനെ മാത്രമേ പേടിയുള്ളൂ എന്ന് പറഞ്ഞ് ചാറ്റ് നോക്കി തൊപ്പി എനിക്ക് ഇതേപോലെ റിപ്ലൈ തന്നിട്ടുണ്ട് ഒരു സമയത്ത്. ഞാനത് അവനോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നമ്മൾ ഇത്ര നന്നായിട്ട് പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തിനായിരുന്നു എന്ന് ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാറ്റ് നോക്കി ട്രിഗർ ആയെന്നുള്ള പറഞ്ഞ കാര്യം വിട്ടോ. പക്ഷേ എന്നാലും അത് ശരിയാണ്, ഞാൻ ചാറ്റ് നോക്കിയിട്ടാണ് തൊപ്പി ഡ്രാഗ് ചെയ്തത്. അതെന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ റെഡിയാണ് പ്യൂറായിട്ട്. കാരണം അവൻ എന്തോ അവൻ്റെ വലിയൊരു പേഴ്സണൽ ഇഷ്യൂയിൽ ഇരിക്കുക. ആ ഒരു പേഴ്സണൽ ഇഷ്യൂയിൽ ഞാൻ എക്സ്ട്രീം എൻ്റെ ട്രിഗർ പോയിന്റിലായിരുന്നു. ഞാൻ ട്രിഗർ പോയിന്റിലായിരുന്ന സമയത്താണ് തൊപ്പിയെ ഞാൻ ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത്. സോ അതെൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് കരുതി ഇതിന് തൊപ്പി നാളെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് പറയുന്നത്. അവൻ ഇതിന്റെ കാര്യത്തിൽ 100 വേണമെങ്കിൽ അവരധികം എനിക്കൊരു പ്രശ്നമില്ല. അത് ഞാൻ അവനോട് തീർത്തോളാം. ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അല്ലാതെ ഇത് മൊത്തത്തിലുള്ള ഒരു കൺഫെഷൻ അല്ല, മനസ്സിലായോ? ഞാൻ അവനെ പറഞ്ഞത് എൻ്റെ എക്സ്ട്രീം ട്രിഗറിൽ ഞാൻ പറഞ്ഞു പോയതാണ്. ഞാൻ പെട്ടെന്ന് അവൻ്റെ ചാറ്റിനകത്ത് ഈ പറയുന്നത് പോലെ എൻ്റെ ചാറ്റിനകത്ത് വന്ന് ഞാൻ ഇങ്ങനെ വേറൊരു കാര്യമുണ്ട് ഗൈസ്. ഞാൻ ചോദിക്കുന്ന ആൾക്കാർ തൊപ്പിയുടെ അച്ചീവ്മെന്റ്സ് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് റിപ്ലൈ തരുന്നത്. പക്ഷേ ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് എൻ്റെ സ്വന്തം അച്ചീവ്മെന്റ്സ് വെച്ചിട്ട്. അതാണ് ഡിഫറൻസ്, മനസ്സിലായോ? ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെനിക്ക് റിപ്ലൈ തരുന്നത് തൊപ്പിയുടെ അച്ചീവ്മെന്റ്സും തൊപ്പിയുടെ കാര്യങ്ങളും വെച്ചിട്ടാണ് ഫ്രം ദ ബിഗിനിങ്. അത് അന്നോട്ടേ എങ്ങനെയാണ്. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം അച്ചീവ്മെന്റ്സ് വെച്ചിട്ടും എൻ്റെ സ്വന്തം കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ളവരുടെ റിപ്ലൈ പറയുന്നത്. അത് വേറൊരു വലിയ കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുക, അത് മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ചാറ്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായത് എനിക്ക് ചാറ്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായ ഒരു വലിയ പ്രൊവോക്കേഷന്റെ പുറത്ത് പറ്റിയതാ. ഞാനും എനിക്ക് ഈ ഗെയിമും സ്ട്രീമിലൊക്കെ എനിക്ക് ഒരുപാട് മെന്റൽ പ്രഷർ സംഭവിക്കാറുണ്ട്. ഈ മെന്റൽ പ്രഷർ സംഭവിക്കാറുള്ള സമയത്ത് ഞാൻ ഇതുപോലെ ഗ്യാപ്പുകളൊക്കെ എടുത്ത് പോകാറുണ്ട്, ഗ്യാപ്പ് ഇതാക്കാറുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് ഈ പറയണത് പോലെ ഈ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾക്ക് റിക്കവർ ആവാൻ ഒരു ടൈം എനിക്ക് എപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സാധനം ഞാൻ റെസ്പെക്ട് ചെയ്തില്ല പർട്ടിക്കുലർ മൊമെന്റിലൊന്നും എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ എക്സ്ട്രീം റേജിലായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം ഇതിന്റെ ഒരു സ്റ്റോറി എനിക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ആയിട്ട് പറയാനുണ്ട്. എനിക്ക് ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ കാണിച്ച് നിങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇരുന്ന് ഗൈസ് ഈ തെറി പറയണവന്മാരെ വിട് ഗൈസ്. ഇവന്മാരെ നിങ്ങൾക്കറിയാലോ ഇതിന്റെ ഒരു മെയിൻ കാരണം പോലും ഇവന്മാരെ ഇനി ഞാൻ വെയിറ്റ് ഞാൻ ഇത് കാണട്ടെ. എനിക്കിത് കാണാണ്ട് ഫുള്ള് കാണാണ്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റൂല, മനസ്സിലായല്ലോ? കൺവേർട്ടിംഗ് ആണ്. വെയിറ്റ് നോക്കട്ടെ, ആദ്യം ഫുള്ള് കാണട്ടെ. എന്നിട്ടല്ലാണ്ട് നമ്മൾ ഒരാളെ പറയുന്നത് ശരിയല്ലല്ലോ. എന്നെ പറയാത്ത കാലത്തോളം എനിക്കൊന്നും തിരിച്ചങ്ങനെ പറയാൻ വേണ്ടി പറ്റൂല. ഓക്കെ, വെയിറ്റ്. എന്ത് പറഞ്ഞ് ഇംപ്രസ് ചെയ്താലും ഇവന്മാർ ഇരുന്ന് സ്പാം ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലായോ? ഇവന്മാർ ഇനി എന്ത് പറയാം, അവരെ വിട്ടോ നിങ്ങൾ. ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നുകൂടെ ഞാൻ തൊപ്പിയുടെ കാര്യം, അതായത് വാച്ചിങ്ങിന്റെ കേസിലും അവൻ ഒരു ടൈമിൽ കാണിച്ച സാധനം ഞാൻ എടുത്ത് വെച്ച് പറഞ്ഞായിരുന്നു. അത് എൻ്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കാണ്. ഞാൻ ഇപ്പോഴും എടുത്ത് പറയുക, അവൻ എന്നെ ഒന്നും പറയാതിരിക്കാനോ അല്ലെങ്കിൽ അത് പേടിച്ചിട്ടോ അല്ല ഞാൻ ഇങ്ങനൊരു സാധനം എൻ്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതല്ലാതെ അവനെ പേടിച്ചിട്ടും ഇതാക്കിയിട്ടും അല്ല ഞാനിത് പറയണമെന്ന് ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. പിന്നെ ബാക്കിയുള്ള ഈ പറയണ അവനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിനക്കൊക്കെ വേണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ട് കളയാം, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ് ഗൈസ്. ഇത് കുറച്ച് ബാക്കിലോട്ടുള്ള സ്റ്റോറിയാണ്. അതായത് പേരിട്ട് തന്ന ആൾക്കാർക്ക് തിരിച്ച് പേരിട്ട് തരാൻ എനിക്കറിയാം. പിന്നെ വേറെ ഈ ലൈവ് ഞാൻ എക്സ്ട്രീം അവരാധിക്കാനാണ് വന്നത്. പക്ഷേ വേറെ ഒരു കാര്യം എനിക്ക് കൺസിഡർ ചെയ്യണം ഗൈസ്. MRCയുടെ ഓണർ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഇവരൊന്നും അല്ല. MRCയുടെ ഓണർ MRC തുടങ്ങിയത് ഇവരൊന്നും അല്ല. നിനക്കൊക്കെ അറിയാത്ത MRC ഉണ്ട്, മനസ്സിലായോ? നിനക്കൊക്കെ ഇതിനകത്ത് ആൾക്കാരുടെ എഫേർട്ടും ഇതെല്ലാം ഒരാളുടെ ഒരു സ്ട്രീമർ അതിൽ നിന്ന് ഫേമസ് ആയി എന്നതുകൊണ്ട് മാത്രം നിനക്കൊക്കെ അറിയാവുന്ന ഒരു MRC ഉണ്ട്. ആ MRC അല്ല മൊത്തത്തിലുള്ളത്. ഈ MRC എന്ന് പറയുന്ന ഓർഗിന് ഒരു ഇതുണ്ട്.
അത് ആ ലെഗസി എന്താണെന്ന് അറിയണമെങ്കിൽ ചിലപ്പം ഈ കരയാൻ വരുന്നവർക്ക് അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല, മനസ്സിലായ? ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല നീയൊക്കെ. അപ്പോൾ ആ MRCക്ക് ഒരു ഈ പറയുന്ന എന്നിട്ടാണോ MRCന്റെ ഓഡിയൻസിനെ കുറ്റം പറഞ്ഞത്? എന്നിട്ടാണോ MRCന്റെ ഓഡിയൻസിനെ കുറ്റം പറഞ്ഞത്? അത്രക്ക് MRCനോട് എന്താ പറയാ കടപ്പാടുണ്ടെങ്കിൽ ഒരിക്കലും MRCന്റെ ഓഡിയൻസിനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ അപരാധിക്കില്ലല്ലോ. ഉണ്ട്. ആ MRCക്ക് ഒരു ഓണർ ഉണ്ട് ഇപ്പോഴും. ആ MRCയുടെ ഓണർ നമ്മുടെ അശ്വിൻ ചേട്ടനാണ് ഇപ്പൊ കറന്റ്, മനസ്സിലായ? അശ്വിൻ ചേട്ടനാണ്. അശ്വിൻ ചേട്ടനായിട്ടാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത്, ഞാൻ പറഞ്ഞല്ലോ. വൈ യു ആർ കേഴ്സിംഗ്? അയ്യോ ഞാൻ കണ്ടില്ല എന്തായിരുന്നു എന്തോ അത് ഞാൻ വൈ യു ആർ കേഴ്സിംഗ് വേർഡ്സ് ടു വൈ യു ആർ യൂസിംഗ് ദിസ് കേഴ്സിംഗ് വേർഡ്സ് ടു ലുക്ക് ടഫ്. ഈ ടഫ് ലുക്ക് ഇതൊക്കെ മറ്റേ ജെൻസി സാധനമല്ലേ, ലുക്ക് സ്ലേ. ഓ ബ്രോ, ഞാൻ അതിലേക്ക് വരാം ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനാണ് ഇതിന്റെ ഓണർ. അപ്പോൾ കറന്റ് ഗോകുൽ എനിക്ക് മനസ്സിലാത്ത കാര്യം എന്തിനാണ് ഇപ്പം MRC ഓഡിയൻസിനോട് നമസ്കാരം, എല്ലാവരും വെൽക്കം ടു ദ സ്ട്രീം. അന്ന് മിനിയാന്ന് ലൈവ് ചെയ്തപ്പോൾ ഇങ്ങനെ എല്ലായിരുന്നു ഈകൾ സംസാരിച്ചത് അല്ലേ? ഇങ്ങനെ എല്ലായിരുന്നു സംസാരിച്ചത്. അത് ട്രിഗറിന്റെ പുറത്തുനിന്നാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫുള്ള് കാര്യങ്ങളും ബാക്കി ഈ ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ കറന്റ്. അതായത് നിങ്ങൾക്ക് ഇതിന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നമുക്ക് ബൈ ലീഗലായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ട്രേഡ് മാർക്ക് എടുക്കണം, പിന്നെ എന്താ പറയുക കമ്പനി രജിസ്റ്റർ ചെയ്യണം. സോ മാർക്കലസ് എന്ന് പറയുന്ന ഈ MRC എന്ന് പറയുന്ന കമ്പനി ലീഗലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിന്റെ ഓണർ കറന്റ് ഓണർഷിപ്പ് കയ്യിലുള്ളത് അശ്വിൻ ചേട്ടൻ്റെ കയ്യിലാണ്, മനസ്സിലായോ? അശ്വിൻ ചേട്ടന്റെ കയ്യിലാണ് അതിന്റെ ഓണർഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് അശ്വിൻ ചേട്ടൻ കൂടെ എന്നെ വിളിച്ച് ഇതിനകത്ത് പറഞ്ഞപ്പോൾ എനിക്കൊരു പറഞ്ഞാ ഇത് എങ്ങനെയെങ്കിലും ഇതാക്കി തീർക്കാം എന്നുള്ളൊരു 11K. എനിക്ക് ഇവിടെ വാച്ചിങ് ഒന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ കഴിച്ച് ഇത് പറഞ്ഞ എനിക്ക് ഇവിടെ വാച്ചിങ് ഒന്നും കാണുന്നില്ല. അപ്പോൾ എത്ര ആൾക്കാർ വന്നു എത്ര ആൾക്കാർ പോയി എനിക്ക് ഇതൊന്നും കാണാൻ പറ്റൂല. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അതുകൊണ്ട് ഞാൻ എക്സ്ട്രീം അറിയാത്തതിനോട് പോകുന്നില്ല, പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞത്. പോൾ ഇട്ട എല്ലാവരും ഒരിക്കലും വോട്ട് ചെയ്യണം എന്നില്ല, മനസ്സിലായോ? നമ്മൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരിക്കലും വോട്ട് ചെയ്യൂല. അവർ ഇവിടെ കണ്ടിട്ട് അങ്ങ് പോകാന്നല്ലാണ്ട് അവർ ഒരിക്കലും വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കൂല. ഇതിനായിട്ട് വരുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട്, എനിക്കറിയാം. 12,000 ഓക്കെ 12K. ഞാൻ ഒരു കാര്യം പറയാം, ഇതിനായിട്ട് ഈ ഇഷ്യൂ നടക്കുമ്പോൾ മാത്രം ഇതിൽ കയറി വരുന്ന ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറയാം, ഇവരെന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് വരുന്ന ഇവിടെ എന്താ നടക്കുന്ന, എന്താ സംഭവം, എന്താ പറയുന്നത്, ഇതിനു വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. ഞാൻ കാണട്ടെ, കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം. എന്നെ ഇതിൽ വലിച്ചിടാത്തടത്തോളം കാലം എനിക്ക് ഈഗിളൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. തൊപ്പിയും ഈഗിളും ആയിട്ടുള്ള കാര്യം അവർ സംസാരിച്ച് അവർ ക്ലിയർ ചെയ്തോട്ടെ. അല്ലെങ്കിൽ തൊപ്പി എന്താണോ പറയുന്നത് ഓനത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ഇത്രയും അപരാധിച്ചിട്ട്, ഇത്രയും തൊപ്പീനെ കയറി അപരാധിച്ചിട്ട് ഒരു ട്രിഗറോ ഒരു ഇതോ തൊപ്പീൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാണ്ട് ഇത്രയും കാര്യങ്ങൾ അപരാധിച്ച സ്ഥിതിക്ക് ഓൻ ഒരിക്കലും അങ്ങോട്ട് നിൽക്കും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് അവർ തമ്മിൽ തീർത്തോട്ടെ, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ ഇടപെട്ട കാര്യം എന്ന് പറഞ്ഞാൽ MRCനെയും എന്നെയും നമ്മളെ ഇതിനെയും കൂടി പറഞ്ഞപ്പോഴാണ്, അതായത് ഞാനും ഷെയ്ക്കുമായിട്ടുള്ള ഇഷ്യൂ ഇതിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ ഇടപെട്ടത്, മനസ്സിലായല്ലോ? ബ്രോ ആസ് എ TV ഫാൻ MRC ഫാൻ കൊണ്ടുപോകണം, കാരണം MRC മെമ്പേഴ്സിനോട് ലീഡേഴ്സിനോടും പറഞ്ഞത് ശരിയായില്ല. ബ്രോ ഞാൻ അതിലേക്കല്ലേ വരുന്നത്, ചില്ല. ഞാൻ പറഞ്ഞത് തൊപ്പിയോട് പറഞ്ഞതിനുള്ള കാര്യം, ഞാൻ തൊപ്പിയുടെ പേര് ട്രാക്ക് ചെയ്തതിനുള്ള ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനുള്ള ക്ഷമ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിലല്ല ബ്രോ, ഇത്രയും ഡീപ്പാവില്ലേ? എടാ നിനക്ക് സമയമില്ലെങ്കിൽ നീ കേൾക്കരുത്. ഞാൻ ഇത് മറ്റേ സീരിയൽ പോലെ പറയുള്ളൂ, അതേപോലെ ഭയങ്കര പതുക്കെ പറയത്തുള്ളൂ. നീക്കല്ല പറഞ്ഞ എനിക്ക് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിളിക്കുന്നത്. അതുകൊണ്ട് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് കുറച്ച് നേരം ഇരിക്കാൻ പോവാ. നീ എല്ലിട്ടാലും എന്ത് അണ്ടി ഇട്ടാലും ഞാൻ ഇത് ഇങ്ങനെ പറയത്തുള്ളൂ. നീ എന്തോ വിചാരിച്ചു? നിന്റെ സൗകര്യത്തിന് ഞാൻ ഇവിടെ വന്നിട്ട് ഇരുന്ന് നീ കേൾക്കാൻ വന്നതാ, പറയടാ. ഇത് പിന്നെ സോറി പറയാം, അത് പറ്റിപ്പോയതാ. ഞാൻ എന്തോ അടിച്ചു കയറ്റിട്ടാ ലൈവ് ഇട്ടത്. അതാ ശരി, MRC പ്രശ്നമൊന്നുമില്ല, നാളത്തെ അടുത്ത് ഉണ്ടാവില്ല. ഇതിങ്ങനെ പറഞ്ഞിട്ട് പോകണം നിന്റെ അടുത്ത്. നിന്റെ സൗകര്യത്തിന് ഞാൻ ഇരിക്കണോ? വേണേ കേട്ടിട്ട് പോ. അപ്പോൾ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനും കൂടി ഇതിനകത്ത് വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചത് കൊണ്ട് ഞാനൊരു ലിമിറ്റ് വരെ ഇത് കുറയ്ക്കുക. എനിക്ക് പറയാനുള്ള ഒരു സാധനത്തിന്റെ ലിമിറ്റ് ഞാൻ ഇതിനകത്ത് കുറയ്ക്കുക. ഞാൻ ഓരോ പേരും ഓരോ അതും നീയൊക്കെ ഓരോ ഇരട്ട പേരിട്ട് തരുമ്പോൾ തിരിച്ച് എനിക്ക് ഞാൻ നിനക്ക് വന്നിട്ട് പോകത്തുള്ളൂ. അതേ കാര്യം. അപ്പോൾ ഗൈസ്, അപ്പം ഫ്രം ദ ബിഗിനിങ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇതൊന്നും അറിയാവുന്ന MRC ഓഡിയൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫ്രം ദ സ്റ്റാർട്ട് ഈ ഒരു ഗ്യാങ് തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് മാക്ക് നമ്മളായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടും നമ്മളായിട്ട് നല്ല രീതിയിൽ സിറ്റിക്കകത്തും സിറ്റിക്ക് പുറത്തും പൊക്കോണ്ടിരുന്ന ഒരാളാണ്. എന്താ വെയിറ്റ് നോക്കട്ടെ. പ്രജിത്ത്, താങ്ക് യു ഫോർ ദ 100 രൂപ ബ്രദർ. നീയും ചെയ്യുന്നത് അയൽക്കൂട്ട പണിയല്ലേ? അവിടെ പറയുന്നതും എത്തി നോക്കി റിയാക്ട് ചെയ്യുന്നതും അയൽക്കൂട്ട പണിയല്ലേ? ബ്രോ, ആരാ ഇതാദ്യം തുടങ്ങിയത്? ഞാനല്ലല്ലോ ഈ പരിപാടി ആദ്യം ചെയ്തത്. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞോ, നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചൊറിഞ്ഞോ, നമ്മൾ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇതുണ്ടായിട്ടുണ്ടോ? ഇല്ല. ആണോ? ഇല്ല. ഇത് ഇങ്ങോട്ട് വലിച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ, അതായത് ഷെയ്ക്കും ഇവനും തമ്മിൽ, ഷമീറും തമ്മിൽ എന്താണ് ഇഷ്യൂ, എന്താണ് സംഭവം നടക്കുന്നത്, അതായത് നമ്മളെ ഓരോ ചെറിയ ഡീറ്റെയിൽ പോലും എത്തി നോക്കുന്നതിന് എനിക്കൊരു പേര് എനിക്ക് അറിയൂ പറയാൻ വേണ്ടിയിട്ട്. ആ പേര് ഞാൻ പറഞ്ഞു, മനസ്സിലായോ? അത് ഞാൻ രണ്ടാമത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ പേര് ഞാൻ പറഞ്ഞു, മനസ്സിലായോ? അതിൽ എനിക്ക് കുറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മൾ ഒരാൾ വന്നിട്ട് അടിച്ചിട്ട് അയ്യോ എന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചടിക്കാണ്ട് നമ്മൾ നിൽക്കൂല, നമ്മൾ തിരിച്ചടിക്കും, മനസ്സിലായോ? അതിന് എത്തി നോക്കലെന്ന് പറയില്ലല്ലോടാ മയിരെ.
നിനക്ക് എന്താ ബുദ്ധിയില്ലടാ കുണ്ണെ, ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലേ? ഈ പർട്ടിക്കുലർ മാക്കിനെ പോലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിന്നൊരു സമയമുണ്ട് ടി വിയെ. അതായത് ടി വിയെ മാക്കിനെ ഒരു ഗ്യാങ് ഇതാക്കിയപ്പോൾ സമയത്ത് നമ്മൾ മാക്കിനെ പോയിട്ട് മാക്കിന് വേണ്ടി ഞാൻ ഉച്ചയ്ക്ക് ഞാൻ കയറി ടി വി എന്നല്ല പറഞ്ഞാൽ ഞാൻ വരെ ഉച്ചയ്ക്ക് കയറി മാക്കിനെ ഇട്ട് അവരാധിക്കുന്നത് കണ്ടപ്പോൾ മാക്കിനെ കൂടെ കയറി. അത് ഏത് ഗ്യാങ് ആയിരുന്നു? K51 ആണെന്ന് തോന്നുന്നു. K51 എന്തോ ആണെന്ന് തോന്നുന്നു. അവരെ സിറ്റുവേഷനിൽ കയറി ഞാനിത് പോയി ഗ്യാങ് സിറ്റുവേഷൻ ആക്കി 15 ദിവസം ടി വിയെ ഗ്യാങ് സസ്പെൻഷൻ മേടിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നമുക്കുള്ള എനിക്ക് പറയാനുള്ള കമ്മിറ്റ്മെന്റ്സ് സ്റ്റാർട്ടിങ് ഞാൻ പറയാൻ പോണത് അവിടെ നിന്നാണ്. എടാ ഈ ടി വിയെ ശാന്ത അങ്ങനെ ഒരാൾ നമ്മുടെ അതിനകത്ത് ഇല്ല. ഇത് അതല്ല വേണ്ട, ഇതിനെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അവിടെ നിന്നാണ് നമ്മൾ ടി വി എന്നുള്ള ഒരു സാധനം ഇവരുടെ അടുത്തുള്ള കമ്മിറ്റ്മെന്റ്സും കാണിച്ച് തുടങ്ങിയത്. ഓക്കെ, വൺസ് ഗ്യാങ് സ്റ്റാർട്ട് ചെയ്തു. വൺസ് ഗ്യാങ് മോണിറ്ററിംഗ് പീരീഡിലായപ്പോൾ തന്നെ MRCയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും വന്ന് സിറ്റുവേഷൻസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ സൈഡിൽ നിന്ന് റൂൾസ് അറിയാത്ത കുറേ അൺവാണ്ടഡ് സിറ്റുവേഷൻസ് സിറ്റിയിലുണ്ടായി. അതായത് അവർക്ക് റൂൾസ് അറിയാതെ പറയാൻ പറ്റാത്ത പോലെ, ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാത്ത പോയതിൽ ഒരുപാട് ഷമീറിന്റെ സൈഡിൽ നിന്നും റാംബോയുടെ സൈഡിൽ നിന്നും ഇവരുടെ സൈഡിൽ നിന്നും എല്ലാം ഉണ്ടായി. ഞാൻ എന്നിട്ട് എൻ്റെ ടി വിയുടെ ഗ്രൂപ്പിൽ ഞാൻ പോയി പറഞ്ഞ ഒരേ ഒരു കാര്യം, അന്നും ഇന്നും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ഇത്രയും വൾഗർ ആവുന്നതിന് മുമ്പത്തെ കാര്യം, MRCയുടെ പേരെടുത്ത് സിറ്റുവേഷൻ എടുക്കാൻ ആർക്കെങ്കിലും മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നീക്കത് മറന്നു, അതെന്തായാലും തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ലോലന്റെ സൈഡിൽ നിന്നായിരുന്നു ആദ്യമായിട്ട് അങ്ങനെ സിറ്റുവേഷൻ ട്രിഗർ ആവുന്നത്. ഞാൻ ലോലനെ പ്രത്യേകമായിട്ട് VCയിൽ വിളിച്ച് ലോലനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, എടാ ഇനി ഇത് ചെയ്താൽ നിന്നെ ടി വിക്കകത്ത് എടുത്ത് ഞാൻ ലൈനപ്പിൽ നിന്ന് എടുത്ത് മാറ്റി ബെഞ്ചിലിടും എന്ന് പറഞ്ഞു. അപ്പോൾ ലോലിന്റെ കാര്യം മനസ്സിലായി. ഞാനൊരു മീറ്റിംഗ് കൂടെ വിളിച്ചു. ഞാൻ മീറ്റിംഗ് വിളിച്ചിട്ട് ഞാൻ എല്ലായിടത്തും പറഞ്ഞു, അവർ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ അവരുടെ വഴിക്ക് വിട്ടേരെ, നമ്മളിപ്പോൾ സിറ്റുവേഷൻ എടുക്കാൻ സമയമാകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് നമ്മളെ ചൊറിയാൻ വരുന്ന ഒരു സമയമുള്ള അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം മെമ്പേഴ്സിനെല്ലാം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അവർക്ക് തന്നെ അറിയാം, ഓക്കെ ഇനി ഞാൻ സിറ്റുവേഷൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ അവർ തന്നെ ഈ സാധനം അഡ്മിറ്റ് ചെയ്ത് ഓക്കെ ഇനി വേണ്ട എന്നുള്ള രീതിയിൽ. സോ നമ്മൾ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ ഇതാക്കി നമ്മളായിട്ടുള്ള രീതിയിൽ മൂവ് ഓൺ ചെയ്യുക. കൺവേർട്ടിംഗ് കിങ് നിനക്കൊക്കെ എങ്ങനെ വേണേൽ പറയാം. ഈ മെസ്സേജ് പ്രൂഫ് ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ബ്രോ. ഇവിടെ ഇന്ന് കാണാം പട്ടിപ്പൊളിയാടി മോനെ. അന്നേരം നിനക്ക് മെസ്സേജുകൾ റിയൽ ലൈഫിലെ മെസ്സേജുകൾ കാണാം. അന്നേരം നീ കൺവേർട്ടിംഗ് ആണോ അണ്ടിയാണോ നീ തീരുമാനിച്ചാൽ മതി. വേറൊരു കാര്യമുണ്ട്. പിന്നെ ഈ അപ്പുറത്തിരുന്ന് RP കാണുന്ന ഒരു 1500 പേരെ എനിക്ക് ഇംപ്രസ് ചെയ്തിട്ട് എൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് എനിക്ക് രണ്ടിയും കിട്ടാനില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഓഡിയൻസോടാണ്. ഞാൻ അവരോട് സംസാരിച്ചോളാം. നീ വേണേ കേട്ടാൽ മതി, നീ വേണേ കണ്ടിട്ട് പോയാൽ മതി. നിനക്ക് കൺവേർട്ട് ഗുണം എന്തോ ആയിക്കോട്ടെ, നിനക്ക് എന്ത് വേണം വിശ്വസിക്കാം. നിന്നെ എനിക്ക് ഇംപ്രസ് ചെയ്ത് നാളെ തൊട്ട് എൻ്റെ ലൈവ് ഇരുത്തി കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും എനിക്കില്ല. അതുകൊണ്ട് അത് നീ പറയണ്ട. ഓക്കെ അപ്പോൾ അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഓരോ ദിവസങ്ങളായിട്ട് ഓരോരുത്തർ നമ്മുടെ കൂടെ RP ചെയ്യാൻ വേണ്ടി വരുന്നത്. അതിൽ ഷെയ്ക്ക് വന്നു, ഷെയ്ക്കിന്റെ കൂടെ RP ചെയ്യാറുണ്ടായിരുന്നു. മാക്കിന്റെ കൂടെ RP ചെയ്യാറുണ്ട്. തൊപ്പി വന്നിട്ടുണ്ട്. തൊപ്പിയുടെ കൂടെ നമ്മൾ സാഗുരു ഷെയ്ക്കിന്റെ ഐലൻഡിന്റെ പരിപാടി, എല്ലാത്തിനും നമ്മൾ എല്ലാത്തിനും സഹകരിച്ച് നല്ല രീതിയിൽ പോവാം. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു പെർട്ടിക്കുലർ ദേഷ്യമോ ഈഗോ ആദ്യമേ ഉണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും നിൽക്കത്തില്ല. ഞാൻ വൺസ് ഒരാളുടെ അടുത്ത് പിണക്കം കാണിച്ചോ അല്ലെങ്കിൽ മറ്റേ ഈ പറയുന്ന ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ 7 അയലത്തോട്ട് പോകാനും സംസാരിക്കാനും പോലും നിൽക്കത്തില്ല. അങ്ങനെ സംസാരിക്കാൻ നിൽക്കുവായിരുന്നെങ്കിൽ ഈ പറയുന്നത് ടി വിയിൽ ഇറങ്ങിയ കുറേ ആൾക്കാർ ഫുൾ ആൾക്കാർ ഇപ്പോൾ ഇവിടെ തിരിച്ചു വന്നേനെ. പോയ ആൾക്കാർ വരെ തിരിച്ച് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഈഗോ ഒന്നും കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ ഈ സാധനത്തിലൊന്നും ഗെയിമിലൊന്നും ഞാൻ ഈ പറയുന്ന എല്ലാവരുടെയും പെർമനന്റ് മാറ്റി കൊടുത്തു. ഞാൻ എൻ്റെ കൂടെ പറയുകയാണ്, ഞാൻ ഡൊമിനിക്കിന്റെ പെർമനന്റ് മാറ്റി കൊടുക്കുകയാണ്. അത് ഞാൻ പറയാൻ റീസൺ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഡൊമിനിക്കിന്റെ പെർമനന്റ് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ ഈഗോ കീപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു സാധനം അങ്ങനത്തെ കാര്യങ്ങളിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവരുടെ കൂടെ തന്നെ RPയും എല്ലാത്തിനും സഹകരിച്ച് ഇതായി മര്യാദയ്ക്ക് പൊക്കുക. അപ്പൊ എനിക്ക് ഓൾറെഡി പെട്ടെന്ന് മാക്ക് വന്നിട്ട് മാക്ക് ഒരു ലിസ്റ്റ് അയച്ചു. മാക്ക് ഒരു ലിസ്റ്റ് അയച്ചിട്ട് പറഞ്ഞു ഇത്രയും പേരാണ് മാക്കിലെ ലിസ്റ്റ് അയച്ചല്ല, ഡിസ്കോഡിൽ ഇട്ടായിരുന്നു. മെമ്പേഴ്സിൽ ഇതിന്റെ ഡിസ്കോഡ് അപ്ഡേറ്റിൽ ഇട്ടായിരുന്നു. ഇട്ടപ്പോൾ മാക്കിന്റെ അടുത്ത് ഞാൻ ഇതുപോലെ പോയിട്ട് അങ്ങോട്ട് വെച്ച് മാക്കെ ഇതാണോ ശരിക്കുള്ള മെമ്പേഴ്സ്, ഇത് സത്യമാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മാക്ക് പറഞ്ഞ് ഈകൾ എന്ത് പറ്റി, എന്തെങ്കിലും സീനുണ്ടോ? ഞാൻ പറഞ്ഞ് മാക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാർ ട്രിഗർ ആക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഈ ട്രിഗർ ആക്കുമ്പോൾ അപ്പാട് ഇമ്മച്യൂർ ആയിട്ട് ഇതിനെ ഡീൽ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഇത് കാണും. ഞങ്ങൾക്കറിയാം ഇതെങ്ങനെ റിയാക്ട് ചെയ്യണം. ഷമീറിനെ കുറ്റം പറയുണ്ടോ അന്നു അവൻ നോക്കനാഥ് അലേദ് ഷാന്തായ പോൽ മിസ്സിയൽ അറേലം വലി എത്തനു അല്ല. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. എനിക്കിവിടെ പലതും നമുക്ക് കാണാം. ഞാൻ ഇതുവരെ അതൊന്നും ഞാൻ വായിച്ചിട്ടില്ല. എനിക്ക് ഇത് വായിക്കാൻ അറിയാത്തോണ്ടോ ഇത് വായിച്ച് ട്രിഗറായിട്ട് എനിക്ക് അപരാധം പറയാൻ എനിക്ക് അറിയാത്തോണ്ടോ അല്ല. മനസ്സിലായോ? എനിക്കിത് വായിച്ച് എനിക്ക് അപരാധം പറയാൻ അറിയാം. അതാണ് ഈകൾ ചെയ്തത്. എനിക്കതിന് താല്പര്യമില്ല. മനസ്സിലായല്ലോ? ഇവിടെ വന്ന് നിങ്ങൾക്കെല്ലാം ഊമ്പിത്തരം പറയണമെങ്കിൽ നിങ്ങൾ പറയണം. എനിക്ക് യാതൊരു നഷ്ടവുമില്ല. നിങ്ങൾക്ക് മാക്കിന് ചിലപ്പോൾ ഡീപ്പായിട്ട് അറിയത്തില്ലായിരിക്കും. ഞങ്ങൾക്ക് പ്രശ്നമുള്ള കുറേ പേര്, ഞങ്ങളുടേതായിട്ട് കൂട്ടത്തിൽ പ്രശ്നമുള്ള കുറേ പേരുണ്ട്. സോ നമ്മൾ ഇനിഷ്യലി പ്ലാൻ ചെയ്തതുപോലെ ഇതൊരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് പോകുമെന്നുള്ള കാര്യം എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു, സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് മാക്ക് പറഞ്ഞു, അയ്യോ ഈകളെ നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു, ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഗൈസ്, അതായത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രീം വൾഗാരിറ്റിയിലോട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ ഫാൽക്കണെ ഒന്ന് കുറ്റം പറയാൻ വേണ്ടി ഡ്രാഗ് ചെയ്യുന്നതല്ലേ. എന്നാലും ഞാൻ പറയാം, ഫാൽക്കണൊക്കെ എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ഇതിനകത്ത് ഫാൽക്കണായിട്ടുള്ള സിറ്റുവേഷനിൽ എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ഇതിനകത്ത് റിയൽ ലൈഫിൽ അച്ഛൻ്റെ പേര് ഗെയിമിനകത്ത് ഡ്രാഗ് ചെയ്ത് സംസാരിച്ച് വേഴ്സ് ആയ ഒരു സെനാറിയോ വരെ ഉണ്ട്. അവരൊക്കെയാണ് ഇതിലോട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ ടെക്സാസിലെ HF മെമ്പേഴ്സ് ഒക്കെ ഇതിനകത്തോട്ട് വരിക എന്ന് പറഞ്ഞപ്പം ഞാൻ മാക്കിനോട് പറഞ്ഞു, മാക്ക് ഞാൻ വിരോധം കാണിച്ച് നിൽക്കുന്നതല്ല, പക്ഷെ നമ്മൾ ആദ്യമേ ഇത് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട് പോയാൽ പിന്നീട് ഇത് ദുഃഖിക്കേണ്ടി വരും എന്ന്. ഇതിന് മുമ്പത്തെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാനടക്കം പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്. അതായത് ബ്രാവോ എടുത്ത് പ്രശ്നമായിട്ടിരുന്ന സമയത്ത് തന്നെ തൊപ്പിയും
ബ്രാവോ എടുത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്. ബ്രാവോയെ പറ്റി തൊപ്പി കുറെ ലൈവിൽ അല്ലാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഗൈസ്, ടിവിയുടെ കോ ലീഡർ, സെർവറിന്റെ ഓണർ, MRC ഇവിടെ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരൊറ്റ നോ മതിയായിരുന്നു. ഒരൊറ്റ നോ. MRC ഇവിടെ കളിപ്പിക്കാൻ താല്പര്യം നമുക്കില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുന്നതിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ സെർവർ ഓണറിന്റെ ഒരു നോ മതിയായിരുന്നു നിനക്കൊക്കെ വേറെ സെർവറിൽ പോയി കളിക്കാൻ. എന്നോട് ബ്രാവോ വന്ന് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈകളെ, എൻ്റെ ഇപ്പോഴും ഉണ്ടാ മെസ്സേജ്, ഞാൻ എടുത്ത് കാണിക്കാൻ റെഡിയാ. എന്നോട് ബ്രാവോ വന്ന് ചോദിച്ചാണ് ഈകളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് MRCയുടെ അവർ സ്ലോട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത് വേറെ വല്ല ഇഷ്യൂ ആവോ, ആരൊക്കെ മെമ്പേഴ്സ് ഒന്നും അറിയത്തില്ല. മെമ്പേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പാണ് MRCയുടെ ഇത് പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഒരിക്കലും ഈഗിളിൽ അങ്ങനെ തീരുമാനിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഈഗിൾ ഇപ്പം അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ GTA നമ്മൾ കളിക്കണ്ടെന്ന് ഈഗിൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പറയും. അതിനെക്കുറിച്ച് ഈഗിളിന് വ്യക്തമായ ഇതുണ്ടാവും. നമ്മളൊരിക്കലും അങ്ങനെ ചുമ്മാ ഇരിക്കൂല. MRC എന്ന് പറഞ്ഞ ഒരു ഗ്യാങ് GTA വരാതിരിക്കാൻ വേണ്ടി ഈഗിൾ അതിനെ ഇതാക്കെ സ്റ്റോപ്പ് ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്ത് വരും. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്ന ഈഗിളിനാണ്. അത് ഈഗിളിനെ അറിയാം, മനസ്സിലായോ? അതുകൊണ്ട് അത് വലിയ കാര്യമൊന്നുമല്ല, മനസ്സിലായോ? ഇതെന്താ TV-ൻ്റെ സെർവറാണോ? ഇത് TV ആണോ സെർവർ ഉണ്ടാക്കിയത്? ബ്രദർ അവർ വരട്ടെ, എനിക്ക് പ്രശ്നമില്ല. എന്തായാലും വരുന്നത് ഇപ്പം ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയാത്ത ആൾക്കാരല്ല, ഈ അറിയാവുന്ന ആൾക്കാരോട് അവരാധിക്കാനാണ് നമുക്ക് പറ്റാത്തത്. പിന്നെ ഞാൻ അന്നേരം പറഞ്ഞു തൊപ്പി ഒന്നും വലുതായിട്ട് ആക്റ്റീവ് ആയിരിക്കത്തില്ല, കാരണം അവൻ അങ്ങനെ ഇരുന്ന് കളിക്കുന്ന ഒരാളല്ല എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ തൊപ്പി ഒന്നും വലുതായിട്ട് ആക്റ്റീവ് ആകാൻ ഇടയ്ക്ക് കയറത്തുള്ളൂ. അപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിൽ തൊപ്പിയുടെ ഈ ഗ്യാങ്ങിലുള്ള, അതായത് ഷമീർ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ, മെയിൻ സ്ട്രീം ആൾക്കാരൊക്കെ ഇതിനകത്ത് ആക്റ്റീവ് ആവുമെന്ന് അന്നും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ MRCയുടെ ഒരു നെയിം GTA കൊണ്ടുവരിക എന്നുള്ളൊരു സാധനമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അവരുടെ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല ബ്രാവോ, ഇത് നിങ്ങൾക്ക് ബ്രാവോ എടുത്ത് വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാം, എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഞാൻ ബ്രാവോ എടുത്ത് പറഞ്ഞു ബ്രാവോ ഇതാണ് സംഭവം, കുഴപ്പമില്ല, അവർ കളിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവിടെയും ഞാൻ ഒരു ഈഗോയും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സൈഡിൽ നോക്കിയാൽ പറഞ്ഞു നമുക്ക് ആടി വരുന്ന സമയത്ത് ആടി വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയതായത്. ആൻഡ് വൺസ് ഗ്യാങ്ങും പരിപാടികളൊക്കെ തുടങ്ങിയെല്ലാം ഓരോന്നായിട്ട് വന്നു കഴിഞ്ഞപ്പം ആദ്യമൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് വിട്ടു. നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഒരു MRC ഓഡിയൻസിനോട് ഞാൻ പറയുന്നത് കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, കാരണം നിങ്ങൾ ഫേസ് ചെയ്ത സിറ്റുവേഷൻ. MRC ഓഡിയൻസിനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ മാക് ആണെങ്കിലും അവരാണെങ്കിലും ഇവരെല്ലാം വന്ന് ഓരോ സിറ്റുവേഷൻസ് TV ആയിട്ടുള്ളതും KV ആയിട്ടുള്ളതും സോൾവ് ചെയ്ത് വിടുമ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഗ്യാങ് മെമ്പേഴ്സിന് വാല്യൂ കൊടുക്കാതെ ഇവർ സിറ്റുവേഷൻസ് സോൾവ് ആക്കി വിടുമ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടില്ലേ? ഉറപ്പായിട്ട് ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ ഇനി എന്നെ തോപ്പിക്കാൻ ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മെമ്പേഴ്സ് ബ്രോ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈഗിൾ ഇപ്പം ഞാൻ പറയുന്നു ഈഗിളുടെ കൂടെയുള്ള ഒരാളാണ് ഇതിൻ്റെ സെർവറിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞു, ബ്രാവോ. ഓക്കെ, അപ്പം ബ്രാവോ പറയുകയാണ് ഈഗിളിനോട്, ഈഗിളെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈഗിൾ പറയുന്നു ഇല്ല, MRC ഇവിടെ കളിപ്പിക്കണ്ട. അങ്ങനെ ഈഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും നമ്മളറിയും അല്ലേ, നമ്മളെങ്ങനെയായാലും ഇന്നല്ലെങ്കിൽ നാളെ അറിയും. അത് നമ്മളെന്തായാലും നമ്മളെ ലൈവിൽ നമ്മൾ പറയും അല്ലെങ്കിൽ ഇതാക്കുക. ആ പേടി എന്തായാലും ഈഗിളിനുണ്ടാവും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അല്ലാണ്ട് എന്താ, അല്ലെങ്കിൽ ഓക്കെ ഈഗിൾ ചിന്തിക്കുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു പ്രശ്നം വരുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കും എന്നുള്ള കാര്യം ഈഗിൾ ചിന്തിക്കുന്നുണ്ടാവില്ല. അതൊന്നും അങ്ങനെ ഇതാക്കി പറയാനുള്ള റൈറ്റ് ഒന്നും ഇല്ല. ലൈവിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിങ്ങനെ സോൾവ് ആയി പൊക്കോണ്ടിരുന്ന സമയത്ത് അവർക്ക് ആ സെയിം സാധനം TV-ക്കകത്ത് വന്നു തുടങ്ങി. അതായത് ഇവന്മാര് ഒരു എൻഡ് ഓഫ് ദ ഡേ ഒരു എക്സ്ക്യൂസ് പറയും, എന്താ ബ്രോ അവരൊക്കെ പുതിയ മെമ്പേഴ്സ്, നമുക്ക് TV-യിലുള്ളതാണെന്ന് അറിയത്തില്ലായിരുന്നു, TV-യിലുള്ളതാണെന്ന് ഇത് അതുകൊണ്ടാണ് നമ്മൾ സിറ്റുവേഷൻ എടുത്തത് എന്ന് പറയും. ഞാനിത് കേൾക്കുമ്പോൾ ഓക്കെ, അവരുടെ സൈഡിലും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, അവർ പുതിയ പ്ലേയേഴ്സാണ്, ഷമീറും ഇവരെല്ലാം പുതിയതായിട്ട് ഇതിനകത്തോട്ട് വന്ന ആൾക്കാരാണ്, ഇവർക്കൊക്കെ പ്ലേയേഴ്സിനെ തിരിച്ചറിയാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഞാനപ്പോൾ ഇവന്മാരുടെ നമ്മുടെ TV-യിലുള്ള പിള്ളേരുടെ പറഞ്ഞു എടാ ഇനി നോർമലി നിങ്ങൾ നടക്കുവാണെങ്കിലും മാക്സിമം ഗ്യാങ് ഡ്രസ്സിൽ നടക്കാൻ നോക്കുക, പകലുള്ള സിറ്റുവേഷനിലാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഗ്യാങ് ഡ്രസ് നടക്കാൻ നോക്കുക. ഗ്യാങ് ഡ്രസ് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് അറിയാം എന്നുള്ളൊരു രീതിയിൽ. പിന്നെ ആണെങ്കിൽ പോലും ഫാൽക്കനെ പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് MRC നല്ല പറഞ്ഞു, കമ്മ്യൂണിറ്റി വന്നിട്ട് ഒരുപാട് നാളായി, ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാർ സ്റ്റിൽ സിറ്റുവേഷൻസ് വൃത്തികെട്ട രീതിയിൽ ട്രിഗർ ആവാൻ തുടങ്ങി. മനസ്സിലായ വൃത്തികെട്ട രീതിയിൽ സ്റ്റിൽ സിറ്റുവേഷൻസ് ട്രിഗർ ആവാൻ തുടങ്ങി. ഇതൊന്നും സഹിക്കുക വയ്യാതെ ഗൈസ് ഇത് ലാസ്റ്റിൽ ഉണ്ടല്ലോ, ഞാൻ എല്ലാം എനിക്കിത് സോൾവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിന് ഷെയ്ക്കും മാക്വലും അവിടെ വന്നിട്ട് നമുക്കൊരു മീറ്റിംഗ് വെക്കാം എന്നുള്ള രീതിയിൽ വന്നിങ്ങനെ സംസാരിച്ചായിരുന്നു. ഒരു സെക്കൻഡ്, ഞാൻ ജസ്റ്റ് അതിൻ്റെ TV-ൻ്റെ സെർവറാണോ? ഒരു മിനിറ്റ്, ഒന്ന് മൂത്രയ്ക്കട്ടെ.
KUDUBSHRE ഷാന്ത ഫാൻസ് ഫ്രസ്ട്രേറ്റഡ് AHNNE പൊട്ടിക്കരിയുന്ന മുഖം. പിന്നെ ഞാൻ എന്റെ നമ്പർ ലീക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തിരിച്ച് ഞാൻ അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും ലൈവിൽ ഞാൻ കാണിക്കുന്നില്ല. ഞാൻ പറയാം നമ്പറും ഇതൊന്നും ലീക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ നമ്പറിനകത്ത് വിളിച്ച് കുണ്ണത്തിന് പറഞ്ഞവനൊക്കെ ഇന്നലെ സമാധാനത്തിൽ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, എന്റെ നമ്പർ കുറെ ആൾക്കാരുടെ കയ്യിലുണ്ട്. ആൻഡ് എന്റെ ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ ആക്റ്റീവാണ്. ഞാൻ എന്റെ ഇതിനകത്തെല്ലാം മെസ്സേജുകൾ ഇടാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അതിൽ മെഡിക്കൽ എമർജൻസീസും ബാക്കി ആവശ്യങ്ങൾക്കൊക്കെ വിളിക്കുന്നവരെല്ലാം ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു നമ്പറും കൂടിയാണത്. അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇത് കുഴപ്പമില്ല ഇതാക്കിയത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുവാണ്, എനിക്കൊരു സെക്കൻഡ് ഞാൻ എടുത്തോട്ടെ ഒരു മിനിറ്റ്. ഇത് ചില കാര്യങ്ങൾ കാണിച്ചില്ലെങ്കിൽ ആൾക്കാർ ഈ പറയണത് പോലെ നമ്മൾ വായ്ത്താളം പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളൊരു സാധനം വരും. ഇത് MRCയിലെ മാറ്റ് ഇഷ്യൂസ് വൾഗർ ആയിക്കൊണ്ടിരുന്ന സമയത്ത് വെളുപ്പിന് 4:19 ഞാൻ അവൻ ആദ്യമേ എൻ്റെ അടുത്ത് വിളിച്ചായിരുന്നു. തൊട്ട് മുമ്പ് ഞാൻ തിരിച്ചു വിളിച്ച് എൻ്റെ അടുത്ത് ഫ്രീ ആകുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഇടാ കിടന്നൊന്ന് ചോദിച്ചു. ഞാൻ മെസ്സേജ് അപ്പോൾ ഞാൻ ഇല്ല ലിങ്ക് അയക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് ഷെയ്ക്കിൻ്റെ സെർവറിൻ്റെ ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ ഇൻ ജനറൽ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ പോയി സൺഡേ 15 മാർച്ചിന് ഞങ്ങൾ അവിടെ പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-2.5 മണിക്കൂർ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് അന്ന് സംസാരിക്കാൻ പോലും ഈ പറഞ്ഞ ലീഡർ MRCയുടെ മാറ്റർ ആയിട്ട് പോലും ഈ പറഞ്ഞ ലീഡറും ഇപ്പൊ റിയാക്ട് ചെയ്യുന്നതിന് തിളക്കുന്നതായിട്ടുള്ള ഒരാളെ പോലും MRCക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ആ VC കണ്ടില്ല. പക്ഷേ വെളുപ്പിന് 4 മണി തൊട്ട് 6 മണി വരെ ഞങ്ങൾ ഇത് സംസാരിച്ചു. ലീഡേഴ്സ് രണ്ടുപേരും ഞാനും ഇരുന്ന് സംസാരിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നിട്ട് TVക്കകത്ത് നമ്മളുമായിട്ട് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനത്തെ റിവലറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരെ അന്നേരം കൊണ്ടുവന്നായിരുന്നു. ഞാനിതൊന്നും സ്ക്രീൻ റെക്കോർഡൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ അങ്ങനെ മറ്റേ റെക്കോർഡ് ചെയ്ത് എഴുതി പോകുന്ന ആളല്ല. അതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡൊന്നും ഞാൻ അവിടെ എടുത്തിട്ടില്ല. ബിലാൽ, മാലിക്, അങ്ങനെ കുറെ പേര് വന്ന് സംസാരിച്ചു എന്നോട് കുറെ പേര് വന്ന് സംസാരിച്ച് ഞാൻ ഇവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതായത് സിറ്റുവേഷൻ ഒന്നും ഇനി നമ്മുടെ സൈഡിൽ നിന്ന് സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല ബ്രോ. പിന്നെ എനിക്ക് ബിലാലൊക്കെ എന്നോട് പറഞ്ഞു HF ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബ്രോ അങ്ങല്ലാതെ വേറെ അങ്ങനെ ഒന്നും ഇല്ല, വേറെ ഈ പറയുന്ന പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവരുടെ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കി. ഞാനും ഇത് വളരെ ന്യൂട്രലായിട്ട് എടുത്ത് MRCയുടെ ഇറങ്ങാൻ പോകുന്ന വണ്ടി വരെ അവരെന്നെ കാണിച്ച് ഇതാണ് നമ്മുടെ വണ്ടി കുറച്ചുകൂടെ പണിയുണ്ട് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ MRCയുടെ 3 വണ്ടികൾ എന്നെ കാണിച്ച് ഞാൻ അതിനൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇതെല്ലാം അവരുടെ അടുത്ത് സംസാരിച്ച് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ പാക്കി പോയൊരു കാര്യമാണ്. നമ്മൾ എന്നിട്ടും ഒരു സിറ്റുവേഷൻ നമ്മൾ ഗൈസ് എനിക്ക് എന്താ ആവശ്യമുണ്ട് ഗൈസ്? ഈ വെളുപ്പിന് 4 മണിക്ക് ഞാൻ പെണ്ണുമ്പിള്ളയോടൊക്കെ സംസാരിക്കുന്നത് പോലെ VC പോയിരുന്നു ഞാൻ ഇവരുടെ അടുത്ത് സംസാരിക്കേണ്ടത്. എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് എഫേർട്ടും അങ്ങനെയാണല്ലോ പൊതുവെ എന്നെ പറ്റി പറയണ അങ്ങനെയാണല്ലോ വെളിയിൽ. എനിക്കൊരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ എനിക്ക് ഈഗോയാണ്, എനിക്ക് അണ്ടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കിയിട്ട് എനിക്ക് എന്തിന്റെ ആവശ്യമുണ്ട് ഇതൊക്കെ ചെയ്യേണ്ടേ? ഞാൻ എന്നിട്ടും ഇതെല്ലാം ഓക്കെ പോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ നിർത്തി. എന്നിട്ട് പോടാ കൊണ്ടേന്ന് അതിപ്പോൾ ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യണം? നിന്നെ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ആൾക്ക് സംസാരിക്കാൻ പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് അവൻ ഒരാൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് നിന്റെ തന്തയെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്നത് നിന്നെ ഒന്നും ഒരിക്കലും ഇമ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇമ്പ്രസ് ചെയ്യുന്ന വിട്. എന്നിട്ട് ഗൈസ് എന്നിട്ട് ഞാൻ ഇവരുടെ കാര്യങ്ങളെല്ലാം പോയി സംസാരിച്ച് കഴിഞ്ഞ് എല്ലാം വീണ്ടും നോർമലായി പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹലോ അമ്പത്തൂരെ വീണ്ടും ഇത് ഞാൻ സിറ്റിയിലുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ അതിൽ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അന്ന് അമ്പത്തൂരിന് അടുത്ത് പോയിട്ട് ഈ സിറ്റുവേഷൻ വേണ്ടാ ഡ്രോപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ അവന്റെ പോയിന്റ് ഓഫ് വ്യൂ പോലും കാണാതെ ഞാൻ അവനെ പറഞ്ഞു വിട്ട്. ഞാൻ അവന്റെ പോയിന്റ് ഓഫ് വ്യൂ പോലും കേൾക്കാതെ അല്ലെങ്കിൽ അവന്റെ ഒന്ന് എന്താണ് സംഭവിച്ചതെന്ന് പോലും കേൾക്കാതെ ഞാൻ ഇവനെ പറഞ്ഞു വിട്ട്. ഇത് കഴിഞ്ഞപ്പം ഈ സാധനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നത് ലൈവ് കഴിഞ്ഞതിന് ശേഷം ഗൈസ് നിങ്ങൾ നാല് നോക്കണം. നമ്മൾ ഫ്രണ്ട്ലി എന്ന് അവർ പറഞ്ഞിട്ട് എനിക്ക് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന അവർ എനിക്ക് ഉറപ്പായിരുന്നു. അവർ പറഞ്ഞിട്ട് ടിവിയുടെ ഗ്യാങ് ഡ്രസ് അമ്പത്തൂർ ഇവിടെ വെറുതെ വന്നിരുന്നതല്ല. അമ്പത്തൂരിനെ വിളിച്ചതാ. അമ്പത്തൂരിനെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവന് ലൈവ് ഉണ്ടായിരുന്നു. അമ്പത്തൂരിനെ വരാൻ പറഞ്ഞു. അമ്പത്തൂർ ഇവിടെ വന്നിരുന്നു. അമ്പത്തൂർ ഇവിടെ വന്നപ്പം ഷമീർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞു. റെസ്പെക്ട് ആവാൻ മിണ്ടാതെ അവിടെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഇവന്റെ കോൺവെർസേഷൻ കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി അമ്പത്തൂരിനെ എന്തോ വിളിക്കുന്നോ ചെയ്യുന്നത്. വിളിച്ചപ്പോഴത്തേക്കിന് ഈ പറയുന്നത് പോലെ ഇത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എനിക്ക് ഈ അമ്പത്തൂർ ആരാന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇതിൽ ഇവരെ ടീമിലുള്ള 35 ആൾക്കാരുടെ പേര് പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. മനസ്സിലായല്ലോ? അത് മെല്ലെ എനിക്ക് റെഡിയാവും. മനസ്സിലായോ? എനിക്കത് മെല്ലെ റെഡിയാവും. എനിക്കത് ടൈം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അമ്പത്തൂരിനെ എനിക്ക് മനസ്സിലാത്ത കാര്യം എനിക്ക് ഇവരുടെ ഗ്യാങ് വണ്ടിയും എനിക്ക് അത്ര പരിചയമില്ല. ഇതേപോലത്തെ ഈ സെയിം ടൈപ്പ് ഓഫ് വണ്ടികൾ ഞാൻ കുറേ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിൽ പുതിയതാണ്. മനസ്സിലായോ? ഞാൻ ഈ GT എന്ന് പറഞ്ഞ ഗെയിമിൽ ഞാൻ പുതിയതാണ്. അപ്പോൾ എനിക്കെന്താ പറയുക, എനിക്ക് ഈ പറഞ്ഞ പോലെ വണ്ടി കണ്ടിട്ടും ഈ ആളെ കണ്ടിട്ടും എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് കാണുമ്പോൾ തന്നെ ഗുണമന്തി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തുമില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് അവരെ മനസ്സിലാകാത്തത് ഞാൻ മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ പറയും. ഞാൻ എന്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാനപ്പോൾ TVനെ ഞാൻ വള്ളി എടുക്കാൻ നോക്കും. അങ്ങനെയെങ്കിൽ എനിക്ക് എത്ര വള്ളി എടുക്കാം ഞാൻ എൻ്റെ ഗ്യാങ്ങിൽ എൻ്റെ പിള്ളേർ എന്നോട് പറയാറുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ കുറേ ഇഷ്യൂസ് എന്നോട് പറയാറുണ്ട്. ഞാൻ പറയും എടാ അത് വിട്ടേക്ക് അത് നമുക്ക് ഇതാക്കണ്ട, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത് വിട്ടേക്ക്, അത് നമ്മൾ മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണേന്ന് അത് വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട്. മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ എനിക്കിത് മനസ്സിലാകാത്ത കാര്യം മനസ്സിലായ TV ആണെന്ന് പറഞ്ഞു. ഞാൻ അപ്പാടെ ഞാൻ പറയുന്നുണ്ട് ഓക്കെ ബ്രോ സോറി. അതിപ്പോൾ TV ആയിക്കൊണ്ടല്ല, ആരായാലും ഞാൻ സോറി പറയും. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയൂ. മനസ്സിലായോ? അവൻ അമ്പത്തൂരിൻ്റെ അണ്ടി എന്ന് ബ്രോ. അവൻ അമ്പത്തൂർ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടെന്ന് പോലും അറിയില്ല.
കഴപ്പ് ബ്രോ. ഇത് അപ്പം നിങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ MRC ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമാണെന്നാണോ, അത് TVAക്ക് മാത്രമാണെന്നാണോ? ബ്രോ ഇത് കഴിഞ്ഞ 1-2 മാസമായിട്ട് പുള്ളി ഈ സിറ്റിയിൽ കളിക്കുക. ഇത് TVയുടെ ഗ്യാങ് ഡ്രസ്, ഇത് TVയുടെ ഗ്യാങ് വണ്ടി. സിറ്റുവേഷൻ ആകരുത് എന്നൊരു സാധനം നിങ്ങളുടെ സൈഡിൽ നിന്ന് 100% നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ എന്നുള്ള രീതിയിൽ പുള്ളി അറ്റ്ലീസ്റ്റ് ഇതൊക്കെയെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ബ്രോ സോറി പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത്. മനസ്സിലായില്ല, അതാണല്ലോ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാലോ, മിന്നാത്ത ലൈവ് ഇപ്പൊ ഈകൾ സോറി പറയുന്നുണ്ടല്ലോ, അത് സോറി പറയുന്നതിൽ എന്താ അതിന്റെ അർത്ഥം? അത് സോറി അത് മിസ്റ്റേക്ക് ആണോ? അതപ്പം മിസ്റ്റേക്ക് ആയോ? അത് മിസ്റ്റേക്ക്, ഇതൊന്നും മിസ്റ്റേക്ക് അല്ല, അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്? അത് മിസ്റ്റേക്ക്. ഇതൊന്നും തൊപ്പീനെ നല്ല രീതിയിൽ അവരാധിച്ചിട്ടുണ്ടല്ലോ, നൂഡിൽസ് വാരിയിട്ടു മറ്റേത് വാരിയിട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഇതാണ്, ഈ പറഞ്ഞതൊക്കെ അറിയാതെ പറ്റിപ്പോന്നതാണ്. ഇതൊക്കെ അറിയാതെ, അതായത് ഒരാളെ പേരെടുത്തിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ എടുത്തിട്ട് വാച്ചിങ് എടുത്തിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം, എന്തുമാത്രം ഇതുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കണം. എന്തുമാത്രം ഫ്രസ്ട്രേഷൻ ഇല്ലാണ്ടാണ് ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുക. ഒരാൾ ലൈവിൽ വന്നിരുന്നിട്ട് ചാറ്റ് ട്രിഗർ ആക്കി എന്നാണ് പറയുന്നത്. ചാറ്റ് ട്രിഗർ ആക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉള്ളിലില്ലാത്തൊരു സാധനം ചാറ്റ് ട്രിഗർ ആക്കുമ്പോൾ സ്വന്തമായിട്ട് അങ്ങ് പൊട്ടി മുളക്കുവോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇല്ലാത്തൊരു സാധനം, ഇല്ലാത്തൊരു സിനാരിയോ, ഇല്ലാത്തൊരു സിറ്റുവേഷൻ ചാറ്റ് ട്രിഗർ ആക്കി പോലും ഏതോ ഒരുത്തൻ അവിടെ പോയിട്ട് പറഞ്ഞു പോലും അത് MRCന്റെ ആളാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഈ കൺവേർട്ടിങ് ഊമ്പിക്കോ, അതിൽ വേറെ തെറ്റൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. അത് ഓവർ ഊമ്പാൻ വേണ്ടി വരരുത്. ഞാൻ കാര്യം പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ ഈ സിറ്റുവേഷൻ ഞാൻ അറിയില്ല, ഞാൻ സോറി പറഞ്ഞു, അതും വിത്തിൻ സെക്കൻഡ്സ് ഞാൻ സോറി പറഞ്ഞല്ലോ. അപ്പൊ പിന്നെന്താ? അപ്പൊ പിന്നെ ഒരാളെ കയറി ഇരുന്ന് ലൈവിൽ വന്ന് അപരാധിച്ചിട്ട് MRCന്റെ എന്താ പറയാ ലീഡറിനെയും, ഓക്കെ അത് വിട്, എൻ്റെ കാര്യം വിട്ടേക്ക്, തൊപ്പിനെയും കയറി അപരാധിച്ചിട്ട് ഉള്ള ബായി തോന്നുന്ന എല്ലാ സംഭവങ്ങളും, അതായത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അതായത് ഓരോ ചെറിയ ഡീറ്റെയിൽസ്, ഈ ചെറിയ ഡീറ്റെയിൽസ് ഒരിക്കലും ഒരു നോർമൽ വ്യൂവറിന് പോലും അറിയാത്ത കുറച്ച്, അതായത് ഒരു ഹാർഡ് കോർ ഫാനിന് പോലും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് എടുത്തിട്ടത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ എന്തുമാത്രം ഇൻട്രസ്റ്റഡ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, ആലോചിച്ച് നോക്കിയിട്ട്. അതായത് അവിടെ നടക്കുന്ന ഓരോ ചെറിയ അനക്കം, ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് അതിനെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി അത്രയും മൈൻഡിൽ ഈ സാധനങ്ങൾ ഇല്ലാണ്ട് ഒരാൾ വന്ന് ഇങ്ങനെ ചുമ്മാ ചാറ്റ് ട്രിഗർ ആക്കിനോ? ഇത് ആരെ ഈ പൊട്ടനാക്കുന്നത്? ചാറ്റ് ട്രിഗർ ആക്കി എന്നിട്ട് ആരെ ഈ പൊട്ടനാക്കുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ല. ആരെ ഈ പൊട്ടനാക്കുന്നത്? ചാറ്റ് ട്രിഗർ ആക്കി എന്ന് വിചാരിച്ചിട്ട് കണ്ട അപരാധങ്ങൾ മൊത്തം വിളമ്പലാണോ ഇത്? ഒരു മാന്യമായിട്ട് 6 വർഷം സ്ട്രീം ചെയ്യുന്ന, ഗെയിമിംഗ് മാത്രം സ്ട്രീം ചെയ്യുന്ന, ഇത്ര വാച്ചിങ് കയറ്റുന്ന ആളാണ് ഇത് പറയുന്നത്. ഈകൾ പറയുകയാണ്, ഇത്രമാത്രം വാച്ചിങ് കയറ്റുന്നുണ്ട്, ഇത്രമാത്രം സ്ട്രീം ചെയ്തിട്ടുണ്ട്, ഇത്രമാത്രം സംഭവം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെന്ന് ബായിന്ന് വരേണ്ട കാര്യമാണ് ഇത്. ഞാൻ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ ഈകളെ. നീ തന്നെ ഇപ്പം പറഞ്ഞു ഞാൻ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. 6 കൊല്ലായി ആണോ? 6 കൊല്ലായി. നിങ്ങൾ അപ്പുറം ഇപ്പുറം മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുത്ത് പോകേണ്ട ആൾക്കാരാ ആണോ? ആണ്. എന്നിട്ട് ഇങ്ങനെ വന്ന് ലൈവിൽ വന്ന് അവരാധിച്ചിട്ട് അയ്യോ ഞാൻ അത് ചാറ്റ് ട്രിഗർ ആക്കി, അത് ഞാൻ കണ്ടില്ലായിരുന്നു, അത് ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിപ്പോയതായിരുന്നു. നാണമില്ല. പറഞ്ഞില്ലേ തിരിച്ച് ഞാനായിരുന്നെങ്കിലോടാ ഞാൻ സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇതിനെപ്പറ്റിയോ അല്ല ഗൈസ്, ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് പറയുക. അത് നിങ്ങൾ അതിലേക്ക് സോറി പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞ അതിനല്ല, എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യ സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കി? ഇതൊന്നുമില്ല. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ TVന്റെ ഓഡിയൻസും തന്നെ ആൾക്കാർക്ക് മനസ്സിലായി. TVന്റെ ഓഡിയൻസും തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇത്രമാത്രം ഫ്രസ്ട്രേഷൻ കൊണ്ടാണോ ഈകള് മറ്റേ തൊപ്പീൻ്റെ മുമ്പിലും ബാക്കി ആൾക്കാരുടെ മുമ്പിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലായി. അവർ എന്നെ സ്വയം ഇതാക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു? കുറേ കഥകൾ, കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വന്നിട്ടാണ് മൂപ്പര് ഇപ്പൊ പറയുന്നത്. നമുക്ക് എന്തായാലും കേട്ടോ, എന്നെ പറയുമ്പോൾ ബാക്കി ഞാൻ പറയാം. എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ എന്റെ മെമ്പേഴ്സിനും എന്റെ ഓഡിയൻസിനും ഞാൻ ഒരു ഗ്യാങ്ങിന് വേണ്ടി ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന എന്റെ വ്യൂവേഴ്സ് കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഏതെങ്കിലും ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് TVയെ തള്ളി പറയാ അല്ലെങ്കിൽ TVയുടെ അടുത്ത് സിറ്റുവേഷൻസ് എടുക്കരുതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതാക്കിയിട്ടില്ല. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ KVയുടെ ഒരു കാര്യത്തിലും ഈ പറഞ്ഞ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവത്തിലും വരാം. അത് വരാം അണ്ടിൽ ഞാൻ പുതിയതായിട്ട് വന്ന ഒരു ഗ്യാങ്ങിന് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എന്റെ മെമ്പേഴ്സിനെ ഞാൻ ഒരിക്കലും കൺട്രോൾ ചെയ്തിട്ടില്ല, അവർക്ക് എതിരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് തിരിച്ച് ഇങ്ങോട്ട് കിട്ടണം. കാരണം നമ്മളിത് തലേന്ന് വി സിയിൽ മാക്കിനോടും ഷെയ്ക്കിനോടും ഇനി ഷെമീറിന്റെ സൈഡിൽ നിന്ന് ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് ഷെയ്ക്ക് എനിക്ക് ഉറപ്പ് വന്നിട്ട് പോയിന്റ് ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ബ്രോ, ആ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഇത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് അത്രയ്ക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നില്ല. പുള്ളിക്കാരൻ അറ്റ്ലീസ്റ്റ് നോക്കി, പുള്ളിക്കാരൻ അറിയത്തില്ല, അമ്പത്തൂരിനെ എല്ലാവരും അറിയണമെന്നില്ല. അതുപോലെ MRCയിൽ 35 മെമ്പേഴ്സിന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പേരറിയത്തില്ല. പക്ഷേ ഞാൻ ഈ ഗ്യാങ് ഡ്രസ് ഇട്ട് എന്റെ സറൗണ്ടിങ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ സറൗണ്ടിങ്ങിൽ MRCയുടെ ഗ്യാങ് ഡ്രസ് ഇട്ട് ഒരുത്തം വന്നിരിക്കുകയാണ്. ഞാൻ അവനോട് ഇപ്പോൾ MRCയിൽ ഇപ്പോൾ ഒരു ഒരാളുടെ പേര് സുഗുണം എന്നൊരു പേരുണ്ടെങ്കിൽ സുഗുണം രണ്ടീന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ട്. പക്ഷെ തലേന്ന് അത്രയും മണിക്കൂർ നമ്മൾ സംസാരിച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും ഇങ്ങനെ സിറ്റുവേഷൻ ഞാൻ അതാ പറഞ്ഞു. ഞാൻ വേറൊന്നും ഇല്ലേ പറയാൻ? ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കട്ടെ. അത് ഞാൻ ആ ലൈവ് കണ്ടവർക്ക് അറിയാം. അത് ഞാൻ പറഞ്ഞു, അതിന്റെ അടുത്ത സെക്കൻഡ് തന്നെ ഞാൻ പറഞ്ഞു
ബ്രോ സോറി, ഞാൻ ബ്രോ അമ്പത്തൂരിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ ഒരു സ്ഥലത്തിൻ്റെ പേരായിരുന്നു ഞാൻ വിചാരിച്ചത്. എനിക്കറിയില്ലായിരുന്നു അതൊരാളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അമ്പത്തൂരിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു സ്ഥലത്തിൻ്റെ പേരായിരുന്നു ഞാൻ കേട്ടത്. ഞാൻ RP കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഞാൻ കാണുന്നില്ല, ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ കോൺസെൻട്രേഷൻ ഇതല്ല. ഞാൻ വേറൊരു കാര്യത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതായിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ 360 ഡിഗ്രിയിലോ നമുക്ക് നോക്കാനുള്ള കണ്ണൊന്നും എനിക്കില്ല, മനസ്സിലായോ? ഞാൻ ഒരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അതിലായിരിക്കും ഞാൻ കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ വന്ന് നിന്നു ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടില്ല. അത് അടുത്ത സെക്കൻഡിൽ ഞാൻ കാര്യം പറയുന്നുണ്ട്. ബ്രോ സോറി, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, അതാന്ന് ഞാൻ പറയുന്നുണ്ട്, മനസ്സിലായല്ലോ? എന്നിട്ട് ഇവൻ എൻ്റെ അടുത്ത് വായ്ത്താളം അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ അത് വിട്ടതാ, മനസ്സിലായോ? ഞാൻ വിട്ടതാ, എനിക്ക് അങ്ങനത്തെ യാതൊരു ഇതുമില്ല, ഞാൻ വിട്ടതാ. അത് പറ്റി പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഈ സിറ്റുവേഷൻ ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എവിടെ പോയിടാ നീന്? ഫോൺ അടിച്ചാ എടുക്കുന്നില്ല. കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി അമ്പത്തൂരിനെ എന്തോ വിളിക്കെന്തോ ചെയ്യുന്നത്. വിളിച്ചപ്പോഴത്തേക്കിന് ഈ പറയണത് പോലെ പെട്ടെന്ന് അവൻ അമ്പത്തൂരിന്റെ അണ്ടി എന്ന് ബ്രോ, അവൻ അമ്പത്തൂർ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടെന്ന് പോലും അറിയില്ല. കഴപ്പ് ബ്രോ. ഇത് അപ്പം നിങ്ങൾ പറയണതെന്ന് പറഞ്ഞാൽ MRC ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമാണെന്നാണോ, അതോ TVക്ക് മാത്രമാണെന്നാണോ? ബ്രോ, ഇത് കഴിഞ്ഞ 1-2 മാസമായിട്ട് പുള്ളി ഈ സിറ്റിയിൽ കളിക്കുക. ഇത് ബ്രോ ഈഗിൾ ബ്രോ 6 വർഷമായിട്ട് സ്ട്രീം ചെയ്യുന്ന ആളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ വായിന്ന് എന്ത് വരണം എന്ത് വരരുത് നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് അറിയാം. അപ്പൊ തൊപ്പീനെയും കയറി അവരാധിച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ അമ്പി കളിക്കാൻ വേണ്ടി ഇവിടെ വരല്ലേ? ഞാനായിരുന്നെങ്കിലോടാ ഞാൻ സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇതിനെപ്പറ്റിയോ അല്ല ഗൈസ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് പറയുക. അത് നിങ്ങൾ അതിലേക്ക് സോറി പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞ അതിനല്ല. എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യ സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കിയതെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ എന്റെ മെമ്പേഴ്സിനും എന്റെ ഓഡിയൻസിനും ഞാൻ ഒരു ഗ്യാങ്ങിന് വേണ്ടി ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന എന്റെ വ്യൂവേഴ്സ് കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഏതെങ്കിലും ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് TVയെ തള്ളി പറയാ അല്ലെങ്കിൽ TVയുടെ അടുത്ത് സിറ്റുവേഷൻസ് എടുക്കരുതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതാക്കിയിട്ടില്ല. അങ്ങനെ ഓർക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ KVയുടെ ഒരു കാര്യത്തിലും ഈ പറയുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവത്തിലും വരാം. അത് വരാൻ അണ്ടിൽ ഞാൻ പുതിയതായിട്ട് വന്ന ഒരു ഗ്യാങ്ങിന് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എന്റെ മെമ്പേഴ്സിനെ ഞാൻ ഒരിക്കലും കൺട്രോൾ ചെയ്തിട്ടില്ല, അവർക്ക് എതിരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് തിരിച്ച് ഇങ്ങോട്ട് കിട്ടണം. കാരണം നമ്മളിത് തലേന്ന് വി സിയിൽ മാക്കിനോടും ഷെയ്ക്കിനോടും ഇനി ഷെമീറിന്റെ സൈഡിൽ നിന്ന് ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് ഷെയ്ക്ക് എനിക്ക് ഉറപ്പ് വന്നിട്ട് പോയിന്റ് ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ബ്രോ, ആ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഇത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് അത്രയ്ക്ക് ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. പുള്ളിക്കാരൻ അറ്റ്ലീസ്റ്റ് നോക്കി, പുള്ളിക്കാരൻ അറിയത്തില്ല, അമ്പത്തൂരിനെ എല്ലാവരും അറിയണമെന്നില്ല. അതുപോലെ MRCയിൽ 35 മെമ്പേഴ്സിനെ ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പേര് അറിയത്തില്ല. പക്ഷേ ഞാൻ ഈ ഗ്യാങ് ടസ് ഇട്ട് എന്റെ സറൗണ്ടിങ് ഇവര് പറയുന്ന ഒരു കാര്യം മോശമാണ് എന്ന് എനിക്ക് MRCയോട് മനസ്സിലാവും. ഞാൻ വീണ്ടും ഇത് ഞാൻ സിറ്റിയിലുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ തിരിച്ച് ഞാനായിരുന്നെങ്കിലോടാ ഞാൻ സോറി തലേന്ന് അത്രയും മണിക്കൂർ നമ്മൾ സംസാരിച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും ഇങ്ങനെ സിറ്റുവേഷൻ ട്രിഗർ ആകുമ്പോൾ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇതാവും ബ്രോ. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ അതിനെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഈ സിറ്റുവേഷൻ ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് വേഴ്സ് ആവണ്ടെന്ന് വിചാരിച്ച് ഷമീർ സോറി പറഞ്ഞു. ശരി, ഞാനിത് കണ്ടിട്ട് ഞാൻ അമ്പത്തൂരിന് അടുത്തോട്ട് പറഞ്ഞു, അമ്പത്തൂരെ അണ്ണ എനിക്ക് അന്നേരം മുട്ടാൻ ബാഡായി, ഞാനിത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, അണ്ണനോട് പെട്ടെന്ന് വന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സിറ്റുവേഷൻ ഡ്രോപ്പാക്കി വിട്ടത് എന്ന് പറഞ്ഞ് ഞാൻ ഇതാക്കി. എന്നിട്ടും ഇതിനെപ്പറ്റി ഒരു വാക്ക് ഇന്നത്തെ ലൈവിലല്ലാതെ ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ഇത് സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ ആരെ പറ്റി ഇതിന്റെ പേരിൽ ഷമീറിനെ കൊണ പറയാനോ എനിക്ക് ഈ ഒറ്റ ക്ലിപ്പ് മതിയായിരുന്നു. അടുത്ത ദിവസം വന്നിട്ട് ഷമീറിന്റെ അടുത്ത് ഷമീറിനെ പറ്റി ഇരുന്ന് അവരാധിക്കാനും ഷമീറിനെ പറ്റി അത് പറയാനും ഇത് പറയാനും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞടാ, ഇനി എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സിറ്റുവേഷൻ ആയിട്ട് എടുത്ത് സോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇത് കഴിഞ്ഞപ്പം ഇതിന്റെ കൂടെ എൻ്റെ കൂടെ VCയിൽ വന്ന് മിസ്റ്റേക്കുകളൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾ, അതായത് നമ്മുടെ സൈഡിൽ നിന്നുണ്ടായതും അവരുടെ സൈഡിൽ നിന്നുണ്ടായതുമായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ അഡ്മിറ്റ് ചെയ്ത ആളാണ് ഷെയ്ക്ക്. ഷെയ്ക്കിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ക്ലിപ്പും കൂടെ ഞാൻ കണ്ടു. ഇത് നോക്കിക്കോ, ഞാൻ കണ്ടു. അമ്പത്തൂരിന്റെ സംസാരമൊക്കെ ഞാൻ കേട്ടു. എന്താ പറയുന്നത്? എന്താ അവസ്ഥ? RP ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മളാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ ആ ഒരു ടൈപ്പ് ഓഫ് സംസാരം അമ്പത്തൂരിനെ വേണ്ടിയിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെന്ന് അറിഞ്ഞിട്ടും അമ്പത്തൂരിന് ആ സംസാരം വേണ്ടിയിരുന്നില്ലെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാങ് ഡ്രസ്സ് ഇട്ട് ഗ്യാങ് വണ്ടി വന്ന് TV ആണെന്ന് അറിഞ്ഞിട്ടും ആ സംസാരം എന്തിന്
ഇത് എന്തൊരു ഇടങ്ങാറാ ഇത്. 39 ഷമീർ എടുത്തു എന്ന് എന്തുകൊണ്ട് ഷെയ്ഖ് പോലും ചോദിച്ചില്ല? അവിടെയും കുറ്റം അമ്പത്തൂരിന്. അവിടെയും കുറ്റം അമ്പത്തൂരിനാണ്. അവിടെയും കുറ്റം അമ്പത്തൂരിന്. അമ്പത്തൂർ MRC ആണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും സംസാരിച്ചെന്ന്. ഇതിന് ഞാൻ എന്ത് പറയണം? ഇതുകൂടെ കണ്ടപ്പോഴത്തേക്കിന് ഗൈസ് എനിക്ക് ഏകദേശം കാര്യങ്ങൾ ഇത്രയും നേരം ഞാൻ ഇരുന്ന് സംസാരിച്ച ആ ഒരു റെസ്പെക്റ്റ് കൂടെ എനിക്ക് അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പോലും ഞാൻ എന്നിട്ടും ഇതൊന്നും സംസാരിക്കാനും പറയാനും ഞാൻ വന്നില്ല. ഞാൻ പറഞ്ഞു എന്തിനാ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണേ, എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. സംസാരിച്ച് തുടങ്ങിയ ഇത് വേറെ എങ്ങോട്ടേലും പോവും എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് വേണ്ട, സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ഇതാക്കി. ആൻഡ് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നൊക്കെ ഷമീർ ആയിക്കോട്ടെ, റാംബോ ആയിക്കോട്ടെ, ആരൊക്കെ RPയിൽ എൻ്റെ അടുത്ത് വന്നാലും, അല്ല എൻ്റെ അടുത്ത് വന്ന് ഒരു ദിവസം ഒരു സിറ്റുവേഷൻ ചെയ്താലും അപ്പം തുടങ്ങും, ഓൺ ദ മൊമെന്റിൽ തുടങ്ങും ചാറ്റിൽ കൊട്ട, ചട്ടി, അണ്ടി എന്ന് പറഞ്ഞിട്ട്. സെയിം സൈഡ് ഇപ്പുറത്ത് എൻ്റെ ചാറ്റ് എങ്ങനെയാണെന്ന് നോക്കണം. എൻ്റെ ചാറ്റിനെ ഞാൻ വാൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം. എൻ്റെ ചാറ്റിനെ ഞാൻ വാൺ ചെയ്യാറുണ്ട്. എൻ്റെ ചാറ്റിൽ MRCയുടെ ആൾക്കാരെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും സ്കിപ്പ് എന്ന്. ഞാൻ എന്നാലും ഇവരെ വഴക്ക് പറയാറുണ്ട്. എൻ്റെ ഓഡിയൻസിന് ഞാൻ ചീത്ത പറയുകയും വെറുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാണുന്നവർക്കറിയാം. ബാക്കി ബ്രോ ഇവിടെയും വരാറുണ്ട്. ഞാനത് വായിക്കാറില്ല, മനസ്സിലായോ? ഇവിടെ വരുന്നത് ഞാൻ വായിക്കാറില്ല. അതായത് ഈ MRCയിലും ഈ TVയിലും ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവരുടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആടെ പോയിട്ടും, അതായത് ഈ ഒരു ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ MRCക്ക് ഒരു 20,000 ഓഡിയൻസ്, അല്ലെങ്കിൽ അത് ഓൺ ടൈമാണ് ഞാൻ പറയാം. MRCക്ക് ഒരു 20,000 ഓഡിയൻസ്, TVക്ക് ഒരു 20,000 ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഇതിൽ പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്, മനസ്സിലായോ? ഒരു 5,000 പേരോ ഒരു 100 പേരോ അത്രയും ഉണ്ടാവും. ഇവരുണ്ട്. ഇത്രയും പേര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ അവിടെ പോയിട്ട് വടി ഉണ്ടാക്കും, ഇവിടെ പോയിട്ട് വടി ഉണ്ടാക്കും. ഇതൊരു 6 വർഷമായിട്ട് സ്ട്രീം ചെയ്യുന്ന ഒരാൾക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അത്ര വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായോ? അതെന്തിനാ അങ്ങനെ ആയിട്ട് കാണുന്നത്? അത് അങ്ങനത്തെ ആൾക്കാരുണ്ട്. അത് ഇവിടെ വരാറുണ്ടല്ലോ, എൻ്റെ ചാറ്റിൽ വരാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഈകളുമായിട്ട് ഞാൻ RP ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ വരാറുണ്ട്. ഞാൻ ഇത് ശ്രദ്ധിക്കാറില്ല, മനസ്സിലായി? ഞാനത് വായിക്കാറില്ല. ഞാൻ ഇപ്പോഴും ഈ ലൈവ് തുടങ്ങിയിട്ട് ഇവിടെ വരുന്ന ഓരോ കാര്യം, ഇവിടെ വരുന്ന എന്തെല്ലാം ഇപ്പൊ ചാറ്റ് നോക്കിയ ആൾക്കാർക്ക് മനസ്സിലാവും. ഒറ്റ കാര്യം ഞാൻ ഇവിടെ വായിക്കുന്നില്ല, മനസ്സിലായോ? എനിക്കത് വായിക്കാൻ താല്പര്യമില്ല, മനസ്സിലായോ? കാരണം വേറൊരാളെ ഇത് അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഭവം എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വായിക്കാറുമില്ല. അതുപോലെ തന്നെയാണ് ഈഗിളിനും വരുന്നത്. ഈഗിൾ വായിക്കുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് പിന്നെ എടുത്തു പറഞ്ഞാൽ നമ്മൾ മാത്രം ഇങ്ങനെ ചെയ്യുന്നു, നമ്മൾ മാത്രം ഇങ്ങനെ വലിയ സംഭവം ആകുന്നു എന്നിങ്ങനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ബ്രോ. ഇത് നമ്മളും ചെയ്യാറുണ്ട്. നമ്മളെ ഭാഗത്തുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്യാറുണ്ട്. നമ്മൾ പക്ഷെ ഇത് ഇങ്ങനെ പബ്ലിക്കലി വന്ന് ഇങ്ങനെ പറയാറില്ല എന്നേ ഉള്ളൂ. നമുക്ക് അതിന് താല്പര്യമില്ല, മനസ്സിലായോ? പുറത്തുനിന്നുള്ളവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാണുന്നവർക്കറിയാം. ഞാൻ അവരോട് ഇങ്ങനെ പറയും 6 കൂടെ RP ചെയ്യണമെന്ന് എൻ്റെ ഇഷ്ടമാണ്, നീയൊന്നും എന്നെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ ലൈവ് കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസിനോട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ലൈവുകളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ അപ്പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി ലൈവ് കാണാറില്ല. ഞാൻ അവിടെ പോയിരുന്ന് ലൈവ് കാണാറില്ല, കുടുംബശ്രീ ആക്കാറില്ല. നിങ്ങൾ കുടുംബശ്രീ, ശാന്ത, അണ്ടി എന്നൊക്കെ പറയണതിൽ ഒരു കാരണമുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ എനിക്ക് തന്നെ മടുപ്പായി തുടങ്ങി. പിന്നീട് കാണാറില്ല എന്ന് പറയാം. പിന്നെ എങ്ങനെ ഷെയ്ഖിന്റെ ലൈവും എന്റെ ലൈവും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എങ്ങനെ ഇത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഒരാൾക്ക് പറയാൻ വേണ്ടി പറ്റും? മനസ്സിലായോ? നോക്കട്ടെ. ഇവരുടെ കൂടെ RP ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുമ്പോഴും ഇവർ ചാറ്റിന്റെ അടുത്തൊന്ന് കൺട്രോൾ ചെയ്യാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒന്നാമത്തെ കാര്യം അത്. കാരണം ഞാൻ അത് ചെയ്യുന്നതുകൊണ്ട് തിരിച്ചെനിക്ക് അങ്ങനെ അത് കിട്ടാറില്ലായിരുന്നു. MRCന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ TVന്റെ ഓഡിയൻസിനെ പോലെ ഉള്ള ഓഡിയൻസ് അല്ല, മനസ്സിലായോ? ഇവരെന്ന് പറഞ്ഞാൽ ഉള്ളത് അവർക്ക് തോന്നുന്ന എന്താണോ അവരത് പറയും, മനസ്സിലായോ? ഇവർക്ക് തോന്നുന്ന എന്താണോ ഇവരത് പറയും. അത് നമ്മളത് കുറേ കാലം കൊണ്ട് കണ്ടുവരുന്നതാണ്. ഇത് പെട്ടെന്ന് TVക്കോ അല്ലെങ്കിൽ ഈഗിളിനോ അത് കാണാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പേഴ്സണലി പറയണം, എനിക്കിങ്ങനെ RP ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതാക്കില്ല. ഞാൻ ഇതുവരെ എന്തെങ്കിലും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും ഈഗിളിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ എന്നിട്ടും ഒരു മൈന്യൂട്ട് ഓഡിയൻസിനെ, എനിക്ക് ഉണ്ടായിരുന്ന ഓഡിയൻസിന്റെ അപ്പുറത്തോട്ട് വേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൈന്യൂട്ട് ഓഡിയൻസിനെ ഞാൻ കൺസിഡർ ചെയ്യാൻ തുടങ്ങി.
അതായത് ഞാൻ അവിടെ പോകുമ്പോൾ കൊട്ട ചട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്പാം ചെയ്തിട്ട് പോലും പിന്നീട് ഇവർ വരുമ്പോൾ എനിക്ക് ബ്രോ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ മൈന്യൂട്ട് ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ, അതായത് ഇത് ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ എന്താ പറയുക, ഒരു സൈക്കോളജിക്കൽ മൂവാണ്. അതായത് എമർജിക് ഓഡിയൻസ് ഇല്ല എന്ന് പറയുന്ന ഒരു വേറെ രീതിയായത് മൈന്യൂട്ട് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഞാൻ RP തുടങ്ങിയ സമയത്ത്, അതായത് ഞാൻ ഇപ്പോൾ ലീഡർ ആയിക്കൊണ്ടാണ് എൻ്റെ ഇത് RP വ്യൂവർഷിപ്പ് കുറഞ്ഞത്, അതെനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ RP കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈഗിളിനുണ്ടായ അതേ വാച്ചിങ് അല്ലെങ്കിൽ അതിനെക്കാട്ടി മുകളിലുള്ള വാച്ചിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊന്നും ഈഗിളിന് ഇത്രയാണോ വാച്ചിങ്, എനിക്ക് ഇത്ര വാച്ചിങ് ഉണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഈ സ്വയം പൊങ്ങാൻ വേണ്ടി ഞാൻ നിൽക്കാറില്ല. മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ അതിൻ്റെ താല്പര്യമില്ല. കാരണം ഇതെല്ലാം എപ്പം വേണമെങ്കിലും മാറാം, അങ്ങോട്ടാവാം ഇങ്ങോട്ടാവാം. ഇത് എന്താ എനിക്ക് ഇത്ര വാച്ചിങ് ഉണ്ട്, നിങ്ങൾക്ക് ഇത്ര വാച്ചിങ് ഉണ്ടാ, ഈ പരിപാടി നമ്മൾ ചെയ്യാറില്ല. നമ്മൾ അത് ശ്രദ്ധിക്കാത്ത ആൾക്കാരാണ്. മനസ്സിലായോ? ഇവരുടെ കൂടെ RP ചെയ്യാനുള്ളൊരു മടുപ്പായി തുടങ്ങി. ഞാനപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്കൊരു ഹെയ്റ്റ് വരാത്ത രീതിയിൽ ഞാൻ ഒഴിവാക്കും. അതായത് ഞാൻ എന്തെങ്കിലും സിറ്റുവേഷനിൽ എൻഗേജ്ഡ് ആയിരിക്കും, ഞാൻ എന്തെങ്കിലും ഒരു ഇതായിട്ട് മാറി ഞാൻ ഇതുപോലെ പറയും. അല്ലെങ്കിൽ എന്നിട്ടും എൻ്റെ ലാസ്റ്റ് ലൈവ് വരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് വേണമെങ്കിൽ ഷമീർ ഒരു RP ആയിട്ട് വിളിച്ചായിരുന്നു ഞങ്ങളൊരു ഗ്യാങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത്. എന്നിട്ട് ലൈനപ്പ് ഇട്ടിട്ട് സിറ്റിയിൽ നിന്ന് ഇറങ്ങാതെ ഷമീറിനോട് സംസാരിക്കാൻ വേണ്ടി വണ്ടി എടുത്ത് വാർ പോലും കളിക്കാണ്ട് ഞാൻ വാറിന് പിള്ളേരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഷമീറിന് റെസ്പെക്ട് കൊടുത്ത് ഞാൻ ഫോൺ വിളിച്ച് പോയിട്ടുള്ള ആളാണ്. എനിക്ക് MRCയോട് കൺസേൺ ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എന്തിനു ചെയ്യണം ബ്രോ? എനിക്ക് MRCയോട് ഈഗോ ആണെങ്കിൽ ഞാൻ ഇതൊക്കെ എന്തിനു ചെയ്യണം? ഇത്രയൊക്കെ ചെയ്ത് നിന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ചാറ്റിലുള്ള അപരാധികളെല്ലാം കൂടി ഇങ്ങനെ ഇരുന്ന് ഈ പറയണതുപോലെ ഇതും ആക്കിയിട്ട് മെമ്പേഴ്സ് അത് കൺട്രോൾ ചെയ്തിരുന്നപ്പോൾ എനിക്ക് നല്ല ബാഡ് അടിച്ച്. അതിൻ്റെ കൂടെ വിത്തൗട്ട് എനി റീസൺ ഈ പറയുന്ന സിറ്റിയിലെ സിറ്റുവേഷൻസിനൊക്കെ കുറെ അക്കൗണ്ടുകളിൽ നിന്ന് എനിക്ക് IRL തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും മെസ്സേജും വൈഫിന്റെ അക്കൗണ്ടിൽ മെസ്സേജ് വരാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഞാൻ അവളോടൊക്കെ പറഞ്ഞു, അവളുടെ അടുത്ത് കുറെ വട്ടം ചോദിച്ചു എടുത്ത് സ്റ്റോറി ഇടട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, നീ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം, നീ എൻ്റെ വൈഫായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ എപ്പോഴും പറയാനുള്ള കാര്യമില്ലേ ഗൈസ്, ഈ പറയണ ഫ്രസ്ട്രേഷൻ മണ്ടയ്ക്ക് തീർക്കും. അവൾക്കൊരു PC മേടിച്ചു കൊടുക്കാൻ ആവതില്ലാത്തവനൊന്നും അല്ല ഞാൻ. എനിക്ക് തന്നെ ഉണ്ട് 4 എണ്ണം. അപ്പൊ എനിക്ക് പറഞ്ഞാൽ അവൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും മറ്റേ ആവതില്ലാത്തവനാണോ ഞാൻ? ഒന്ന് മൂത്രയിക്കട്ടെ, ഒരു മിനിറ്റ്. എനിക്ക് PC മേടിക്കാൻ QR ഇടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, എനിക്ക് എൻ്റെ തന്നെ 4 എണ്ണം ഉണ്ട്. ഞാൻ അവളുടെ കൊടുക്കാത്ത, അവളെ RP കളിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ വന്ന് ഫ്രസ്ട്രേഷൻ അവളുടെ മണ്ടയ്ക്ക് തീർക്കും. അല്ലാതെ ഞാൻ കളിക്കുന്ന സാധനം മോശമാണ് എന്നുള്ളൊരു സാധനത്തിലല്ല, അവളുടെ മണ്ടയ്ക്ക് തീർക്കും. എന്നെ പോലെ ഉള്ള മൈൻഡ് സെറ്റ് അല്ല അവൾക്ക്. അവൾ ചിലപ്പോൾ ഇരുന്ന് മോങ്ങി ഡൗൺ ആയി ഇരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഒരു കൊച്ചുണ്ട്, ഈ ഗ്യാങ്ങിന്റെ കാര്യം അല്ലെങ്കിൽ RPയുടെ കാര്യത്തിലോ അവള് ഡൗൺ ആയിട്ടിരുന്നിട്ട് മൈൻഡ് ഫക്ക് ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ആവുമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇവളുടെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ മെസ്സേജ് വരുമ്പോഴും ഞാൻ പറയണത്, എടാ അതിപ്പം ഞങ്ങൾ MRC ആയിട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇവിടെ സംസാരമായിരിക്കുക, മെച്യൂരിറ്റി ഉള്ള ആൾക്കാർ ഈ പറയണത് പോലെ വെളിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതിൻ്റെയൊക്കെയാണ്, നീ അത് കാര്യമാക്കേണ്ട, ഇഗ്നോർ ചെയ്ത് വിടെന്ന് പറഞ്ഞിട്ട് അതും ഇഗ്നോർ ചെയ്ത് വിട്ട്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ടോട്ടലി ബാഡ് അടിച്ചു തുടങ്ങി. ഞാനായിട്ട് എന്തിനാണ് ഇനി അതിനകത്തോട്ട് പോകുന്നത്, ഇനി ഇവരുടെ അടുത്ത് പോയിട്ട് വെറുതെ ഇത് കേൾക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ഈ പറയണത് പോലത്തെ സ്പാം വരും. എനിക്ക് ഈഗോയാണ്, എനിക്ക് അണ്ടിയാണ്, ഇതാണ്. നിങ്ങൾക്ക് ഈ MRC ഓഡിയൻസിന് അറിയാത്ത ഒരു സത്യോടെ പറഞ്ഞുതരാം. ഈ ഷമീറിന്റെ ക്ലിപ്പുകൾ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ഈ സിറ്റുവേഷൻസ് കാണാൻ പോയപ്പം ഞാൻ നോക്കുമ്പോൾ GTA വളരെ ബേസിക് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ഉണ്ട്. അതായത് SFX സൗണ്ട് സംസാരിക്കുന്ന സമയത്ത് ഓഫ് ആവുന്ന, അതിൻ്റെ സൗണ്ട് കൂട്ടിയിട്ടാൽ മാത്രമേ അത് വരുള്ളൂ. ഷമീർ 2 മാസമായിട്ട് അതില്ലാതെയാണ് ലൈവ് ചെയ്യുന്നത്. മനസ്സിലായ? എനിക്കിത് കണ്ടപ്പോൾ വിഷമം വന്നിട്ട് ഞാൻ മാക്കിനെ വിളിച്ചിട്ട് ഇതൊന്നും ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് പറയണം.
പബ്ലിക്കലി വന്ന് പറയണം. ഇതൊന്നും ഈ എഫേർട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ലെന്ന്. എനിക്ക് എന്ത് ആവശ്യമുണ്ടാ ഈ ഇവന്റെ ലൈവിനകത്ത് ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ? ഞാൻ എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ഞാൻ മാക്കിനോട് പറഞ്ഞു, മാക്കെ അതൊന്ന് ചെയ്തു കൊടുക്ക്, ഷമീറിന് അത് അറിയത്തില്ലായിരിക്കും, അതൊന്ന് ചെയ്തു കൊടുക്ക്, ഇത് ഇന്ന സാധനമാണ് സെറ്റിങ്സിലുണ്ട്, ഇതൊന്ന് സൗണ്ട് കൂട്ടി വെച്ചാൽ അത് സെറ്റ് ആവുമെന്ന്. അന്നേരം മാക്ക് എന്നോട് പറഞ്ഞു, ആ ഈകളെ ഞാനും അത് ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ അത്രയും 10-35 മെമ്പേഴ്സ് ഉണ്ടായിട്ട് 2 മാസമായിട്ട് അവൻ ലൈവ് ചെയ്തിട്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല ആരും, ഒരു മെമ്പേഴ്സ് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അവന്റെ POV കണ്ടപ്പോൾ എനിക്ക്, കാരണം അവന്റെ POVക്കകത്ത് ഈ പറയണത് പോലെ എന്തെങ്കിലും സൗണ്ട് വരുമ്പോൾ, SFX സൗണ്ട് വരുമ്പോൾ അതില്ല, വോയിസ് ആയിട്ട് മാത്രം ഉള്ള. ഞാൻ ഇത് പോയി പുള്ളിയുടെ അടുത്ത് പറഞ്ഞ്, ഞാനിത് മാക്കിനോട് പറഞ്ഞു അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കടാ എന്ന് വരെ പറഞ്ഞതിൻ്റെ അടുത്ത ദിവസമാണ്, അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിയുമ്പോഴാണ് ഞാൻ ഈ ട്രിഗർ ആയിട്ട് ലൈവ് വരുന്നത്. അത്രയും കമ്മിറ്റ്മെന്റ് കാണിച്ച് നിൽക്കുന്ന എൻ്റെ അടുത്ത് എന്നെ എല്ലാ രീതിയിലും കമന്റ് സെക്ഷനിലും ബാക്കിയുള്ളിടത്തും എല്ലാം ഇവരുടെ അടുത്ത് ഈഗോയും അണ്ടി എന്ന് പറഞ്ഞ് സ്പാം ചെയ്ത് കൊട്ടയെന്നും ചട്ടിയെന്നും എല്ലാം അണ്ടി. ഒരു സിറ്റുവേഷൻ ആവുന്നതിന് മുമ്പ് സിറ്റുവേഷൻസ് ആയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഇപ്പോഴും പറയാമല്ലോ ഗൈസ്, സിറ്റിയിൽ സിറ്റുവേഷൻ ആയാലും ഞാൻ പരുന്തുവാസമായിട്ടേ ബിഹേവ് ചെയ്യത്തുള്ളൂ. അതിന് വേറെ ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ഗ്യാങ് ആണ് ടോപ്പ് പ്രയോറിറ്റി. അതിന്റെ അർത്ഥം എനിക്ക് MRCയോട് ഈഗോ ആണ്, ഇവർ പൊങ്ങി വരുന്നു, അതിനോടൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കോമ്പറ്റീഷൻ ആവുമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പറയാം, എനിക്ക് അങ്ങനെ ആയിട്ടില്ല, തോന്നിയിട്ടില്ല. ഈ കമ്മിറ്റ്മെന്റ് കാണിച്ചു നിന്ന ഞാൻ, എനിക്ക് ഇവരുടെ സൈഡിൽ നിന്ന് ഓരോ ഇതിലും ഉണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മറ്റേ കുടുംബശ്രീ ശാന്ത കളിക്കരുത്, ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രശ്നം കാണാനല്ല നിങ്ങളുടെ ലൈവിൽ വന്നേ. നിങ്ങളുടെ ലൈവിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ട്, അതിനകത്ത് ഷെയ്ക്കിന്റെ ലൈവിൽ ആ ക്ലിപ്പ് ഉണ്ട്, അത് കാണാനാണ് വന്നത്. അതായത് ഷെയ്ക്ക് പറയുന്നുണ്ട് നമ്മൾ TV KV ഓഡിയൻസിന്, അത് ഒരു വട്ടമല്ല, ഈ ഇടയായിട്ട് എനിക്ക് തോന്നുന്നു ഷെയ്ക്കിന്റെ ഒരു ഇത് വെച്ചിട്ട് പറയുവാണ് ഞാൻ ആണെങ്കിൽ, ഷെയ്ക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഈ പറയണതുപോലെ ഹെയ്റ്റ് കുറെ കിട്ടി, TVക്കും ഇതിനും വേണ്ടിയിട്ട് സംസാരിച്ച് നമ്മുടെ കുറെ ഓഡിയൻസ് പോയി, നമ്മുടെ കുറെ മെമ്പേഴ്സിന് ബാഡായി. ഷെയ്ക്ക് തന്നെ പറയുന്ന ക്ലിപ്പുണ്ട്, അതായത് ഇവര് നമ്മുടെ മെമ്പേഴ്സ് പറയുന്നതിലും കാര്യം ഉണ്ടടാ, ഇവന്മാരെ ആരെയും താങ്ങിയൊന്നും നിൽക്കേണ്ട എന്നൊക്കെ. ഇത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ലൈവുകളിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഈ ലൈവ് കാണാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഷെയ്ക്ക് ഇരുന്ന് അവരുടെ സ്വന്തം ലീഡർ അവർക്ക് ഹെയ്റ്റ് കൊടുക്കുന്നു ലൈവിൽ ഇരുന്ന് പറയുന്നത്. ഞാൻ കേട്ടപ്പോൾ ഇതെന്ത് ഇവര് ഒരു ഗ്യാങ് കളിക്കുന്നവരല്ലേ എന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ മനസ്സിലായോ? അന്നേരം ഷെയ്ക്ക് പറയാണ്, ഷമീർ നമുക്ക് ഹെയ്റ്റ് തന്നു, അത് ഇങ്ങനെ പറയണം. അപ്പൊ എനിക്ക് അവരുടെ യൂണിവേഴ്സിലെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവരുടെ യൂണിവേഴ്സിലെ പ്രശ്നം എനിക്ക് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഷെയ്ക്കിന്റെ POV കാണാൻ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് അടിച്ചു കളഞ്ഞോണ്ടിരിക്കുക. നമ്മളെ പറയുന്ന പോർഷൻ എവിടെയാണ് എന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ അടിച്ചോളാം. ഞാൻ എന്തോ ഒരു ഡിസ്കോഡില് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ക്ലിപ്പ് മാത്രം കണ്ടത്. ഇത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അടിച്ചു കളഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇവര് തമ്മിൽ ഒരു ഇഷ്യൂ നടക്കുന്നതെന്നുള്ളൊരു കാര്യം ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ ദേഷ്യം ആ സമയത്ത് ട്രിഗർ ആയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, ആദ്യം നീയും ലീഡറും തമ്മിലുള്ള പ്രശ്നം തീർക്കണം, എന്നിട്ട് പോലെ നമ്മളുമായിട്ടുള്ള പ്രശ്നം തീർക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് ഷമീർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഷമീറിന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഷമീറിന്റെ ലൈവാണ് രാപ്പകലില്ലാതെ കണ്ട് ഉറങ്ങണത്. എനിക്ക് കഴിക്കുമ്പോഴും കക്കൂസി പോകുമ്പോഴും എല്ലാം പുള്ളിയുടെ ലൈവ് ഓപ്പൺ ചെയ്ത് വെച്ച് കണ്ടാൽ മാത്രമേ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നുള്ള രീതിയിലാണ് ഷമീർ പറഞ്ഞിട്ട്, ഷമീർ ഒരു പേരും കൂടി ഇങ്ങനെ ഇട്ട് തന്നു, കുടുംബശ്രീ എന്നോ കുടുംബശ്രീ ശാന്തയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ കോലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് സംസാരിച്ച് ഇതൊക്കെ ആക്കിയിട്ടും ഇത്രയൊക്കെ കമ്മിറ്റ്മെന്റോട് കൂടി ഞാൻ MRC മെമ്പേഴ്സിനോട് ഓഫ്ലൈനിൽ നിന്നിട്ടും എൻ്റെ അടുത്ത് മാക്കും ഷെയ്ക്കും വന്ന് ഈകളെ എന്ത് സജഷൻ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ക്ലിയർ ഇതായിട്ട് പറയാം എന്ന് പറഞ്ഞ് സംസാരിച്ച് വെച്ചിരുന്ന ആൾക്കാരോട് ഇത്രയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഈ പറയുന്ന കോലീഡേഴ്സിന്റെ ചാറ്റ് വരെ ഞാൻ ഇടയ്ക്ക് ലൈവ് കണ്ടിട്ട് ഞാനിപ്പോൾ കുറച്ച് 2-3 ദിവസമായിട്ട് ഞാൻ ഇവരുടെയൊക്കെ ലൈവ് ഈ പറയണത് പോലെ ഞാൻ ചെക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ ട്രീറ്റ് ചെയ്തതുപോലെ അല്ല സത്യം പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ ഇവര് ഞാൻ ഒരു കാര്യം പറയാം. ഈ പറഞ്ഞ പോലെ ഓക്കെ ഷെയ്ക്കും ഞാനുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നമ്മൾ സോർട്ട് ചെയ്തോളൂ. അതിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാള് അതും പറഞ്ഞത് ഓക്കെ ഈ പറഞ്ഞ പോലെ ഈകള് വന്നിട്ട് പറഞ്ഞത് നോർമലി നിൽക്കുമ്പോൾ നോർമൽ ഒരു ഇതിലാണ് ഈ പറഞ്ഞ പോലെ ഷെയ്ക്കും മാക്കുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലേ, അങ്ങനെ പറഞ്ഞാൽ ഓക്കെ. അല്ല ഷെയ്ക്കും ഷമീറുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടല്ലേ, ഇങ്ങനെ പറഞ്ഞാൽ ഓക്കെ. ഇത് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഈകളെ, അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഇത് പറഞ്ഞതിനെല്ലാം എന്താ പറയുക, ഒരു 20 minutes 30 minutes ഓഫ് റേജാണ് ഞാൻ അവിടെ കണ്ടത്. മനസ്സിലായോ? എൻ്റെ അടുത്ത് ആയിക്കോട്ടെ, നമ്മളെ MRCൻ്റെ അടുത്ത് ആയിക്കോട്ടെ, തൊപ്പീൻ്റെ അടുത്ത് ആയിക്കോട്ടെ, ഈ 30 minutes ഓഫ് റേജാണ് ഞാൻ അവിടെ കണ്ടത്. മനസ്സിലായോ? റേജ് ആൻഡ് ഫ്രസ്ട്രേഷൻ ആണ് ഞാൻ അവിടെ കണ്ടത്. അതായത്
എന്താ ഷെയ്ഖും ഷമീറും തമ്മിൽ പ്രശ്നമുണ്ടല്ലോ, ഇവരാദ്യം ഇവരുടെ പ്രശ്നം തീരട്ടെ. ഇത് പറഞ്ഞത് ഷെയ്ഖും ഷമീറും പ്രശ്നമുണ്ടല്ലോ, ഇവരുടെ പ്രശ്നം ആദ്യം തീരട്ടെ. ഇങ്ങനെ അല്ലല്ലോ അത് പറഞ്ഞത് വേറെ രീതിയിലാണല്ലോ. അതിൻ്റെ മുഖഭാവം എന്താണെന്നും ആ പറയുന്ന ടോൺ എന്താണെന്നും കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് അത് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ തൊപ്പീനെ കുറിച്ച് പറഞ്ഞത് അതിന് ഞാൻ ഇടപെടുന്നില്ല. ബാക്കി നോക്കട്ടെ. തിരിച്ച് നമ്മളെ ട്രീറ്റ് ചെയ്യണത് എന്നുള്ളൊരു കാര്യം എനിക്ക് ഞാൻ പറഞ്ഞത് തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഒരാൾ ഇത് പബ്ലിക്കലി വന്ന് നമ്മളെ പ്രശ്നം അങ്ങനെ ഇതാക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. തേർഡ് പേഴ്സൺ ഇതിൽ ഞാൻ ഇപ്പോൾ ടി വിയിൽ എന്തെല്ലാം പ്രശ്നം നടക്കുന്നു നമുക്ക് അറിയാത്തതുകൊണ്ടൊന്നല്ല, ടി വിയിൽ എന്തെല്ലാം പ്രശ്നം നടക്കുന്നു ഉള്ള കാര്യം ഞാൻ ലൈവ് വന്നിരുന്ന് ഞാൻ പറയുന്നുണ്ടോ? ഇത് ഈകളും ഇവനുമായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ, ഞാൻ പേരൊന്നും പറയില്ല, ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ, ഇവർ തമ്മിൽ എന്താ ഇഷ്യൂവോ ഇതിങ്ങനെ അല്ല ഇങ്ങനെ പറഞ്ഞ് ഞാൻ അപരാധിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നില്ല, ഞാൻ അതിൽ കെയറിങ് അല്ല, ഞാനത് നോക്കുന്നില്ല, എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ കാര്യം നോക്കുക, നമ്മളെ ഇതിൽ പോകാന്നല്ലാണ്ട് ഞാൻ അതിൽ ഇടപെടാറില്ല. മനസ്സിലായോ? ഞാൻ അതിൽ ഇടപെടാറില്ല. അതിപ്പോൾ നമ്മളെ വന്ന് അപരാധിക്കുമ്പോൾ നമ്മളിത് കേട്ടുകൊണ്ട് നിൽക്കണം എന്നാണോ പറയുന്നത്? തൊപ്പിയെ കുറിച്ച് പറഞ്ഞാലും നല്ലതാണെന്നാണോ പറയുന്നത്? അത് വെളുപ്പിക്കാനാണ് ഇത്രയും പറയുന്നത്. നമുക്ക് മനസ്സിലാകുന്നില്ല. നോക്കട്ടെ. വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം, പുള്ളിക്കാരൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലൈവിലാണ് എൻ്റെ ലൈവ്, ഞാൻ ലൈവ് നടക്കുമ്പോൾ പുള്ളി എൻ്റെ ലൈവ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കുടുംബശ്രീ വഴക്ക് കാണാൻ ആദ്യം വന്നത് ആരാ? അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കുടുംബശ്രീ കാണാൻ വന്ന ആരാന്ന് ഞാൻ പറഞ്ഞറിയില്ലേ. അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അപ്പുറത്ത്, അതായത് ഇപ്പുറത്തെ വീട്ടിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 2 വീടുണ്ട്. ഒരു വീട്ടിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് എത്തി നോക്കിയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ജനലിലൂടെ വന്ന് എത്തി നോക്കിയിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് അതിനെ തെറി വിളിക്കുകയും അതിലില്ലാത്ത പോലും ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെക്കുറിച്ച് അപരാധം പറയുകയും അതിനെക്കുറിച്ച് അപരാധിക്കുകയും ചെയ്തത് അങ്ങോട്ട് പോയിട്ട് എന്തിനാ നമ്മളെ പറയുന്നതെന്ന് നമ്മൾ പോയി നോക്കിയതാണോ കുറ്റം? അതാണോ കുറ്റം? അതെന്തൊരു ലോജിക്കാന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങോട്ട് വന്ന് നമ്മളെ ചൊറിഞ്ഞിട്ട് നമ്മളെ കുടുംബത്തിൽ എന്തെല്ലാം നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് അപ്പുറത്ത് പോയിട്ട് പറയാൻ വേണ്ടി നോക്കിയത്, ആ പറയാൻ പോയ എന്താണ് പറയുന്നതെന്ന് നമ്മൾ നോക്കാൻ വന്ന ഇപ്പം കുറ്റം. അതെന്ത് ലോജിക്കാ? എനിക്കത് മനസ്സിലാകുന്നില്ല. അതിൻ്റെ ലോജിക്ക് എന്താ? ഇങ്ങോട്ട് വന്ന് നമ്മളെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അപ്പുറത്ത് വന്ന് നമ്മളെ തെറി വിളിക്കുമ്പോൾ നമ്മളത് നോക്കിക്കൊണ്ട് നിൽക്കണോ? തെറി വിളിച്ചോ, നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയിട്ട് നമ്മളെ സീക്രട്ടും നമ്മളെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് പോയതല്ലേ, അപ്പം നിങ്ങൾ അവിടെ വന്ന് അപരാധിച്ചോ, നമ്മളത് കണ്ടുകൊണ്ട് നിൽക്കാം. ഓക്കെ, അയ്യോ ഇങ്ങനെ പറഞ്ഞ് നിൽക്കാൻ വേണ്ടി നമുക്ക് പറ്റൂല. ഇതെന്താ ഇങ്ങോട്ട് വന്ന് നമ്മളെടുത്ത് വന്ന് നമ്മളെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് അതും അപരാധം എന്ന് പറഞ്ഞാൽ പക്ക, ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ച്, ഞാൻ അധികം പറയുന്നില്ല. അത്രയും അപരാധങ്ങൾ അങ്ങോട്ട് പോയിട്ട് ആടെ പറഞ്ഞിട്ട് അത് നമ്മൾ നോക്കിയത് തെറ്റാണെന്നോ? അതിന്റെ ലോജിക്ക് എന്താ? ഇതാരെയും മണ്ടന്മാരാക്കുന്നേ? പുള്ളിയാണ്, ഷമീറാണ് വന്നത്. അപ്പൊ ഷമീറിനല്ലേ ഷമീറല്ലേ ശരിക്കും അയൽക്കൂട്ടം? ബ്രദർ പുള്ളിയുടെ ലൈവിൽ എന്റെ ലൈവിൽ ഇരുന്ന് റിയാക്ട് ചെയ്ത് ബ്രോ, ലോജിക്കില്ലാണ്ട് സംസാരിക്കണ്ടല്ല. ഞാൻ ഇപ്പം എന്തിനാ ഞാൻ ഇന്നേ വരെ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നേ വരെ ഈഗിളുടെ ഇതെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടോ? ഈഗിളുടെ DC റിയാക്ഷൻ ചെയ്യുന്ന തന്നെ ഞാൻ കുറവാ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്നേ വരെ ഈഗിളുടെ ലൈവ് കയറി നോക്കി അതിലെന്താ നടക്കുന്നതെന്ന് ഞാൻ ഇന്നേ വരെ അങ്ങോട്ടേക്ക് എത്തി നോക്കാൻ പോയിട്ടുമില്ല. TV-യിൽ ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നോ നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളോ ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ലൈവിൽ പറയാറുമില്ല. എനിക്കത് പറയാൻ താല്പര്യവുമില്ല. മനസ്സിലായോ? ഞാനത് പറയാൻ നിൽക്കാറില്ല. നിങ്ങൾ വന്ന് നമ്മളെ കാര്യങ്ങൾ ചോർത്തി അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ കണ്ടിട്ട് അപ്പുറത്ത് പോയിട്ട് നിന്ന് അപരാധിക്കുമ്പം ഞാനിത് കണ്ടുകൊണ്ട് എന്നാൽ പിന്നെ ഇത് കണ്ടിട്ട് ഞാൻ വായും കൂട്ടി കുനിഞ്ഞ് നിന്നോടുത്ത് ഞാൻ പോയേക്കാം. എനിക്കത് അറിയില്ല, എനിക്ക് അങ്ങനെ കുനിഞ്ഞ് നിന്ന് പരിചയമില്ല. മനസ്സിലായോ? ഞാൻ വരുന്ന MRC-ന്നാ. അപ്പോൾ അവിടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളോട് ആരും കുനിഞ്ഞ് നിൽക്കാൻ പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായോ? പുള്ളി എൻ്റെ ഫുൾ ലൈവ് ഇരുന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് ഒരാൾ അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയുമ്പോൾ നമ്മളത് കാണണ്ടേ? എന്തൊരു സിമ്പിൾ ലോജിക്കാണിത്. നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് പറയുമ്പോൾ നമ്മളത് കാണാൻ പോയത് എൻ്റെ കുടുംബശ്രീന്നോ? ഇങ്ങോട്ട് വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് ഞാൻ മാക്സിമം ഞാൻ ക്ഷമിച്ചുകൊണ്ടാണ് പറയുന്നത്. കഴിച്ച് എനിക്ക് താല്പര്യമില്ല. ഒരു മിനിറ്റ്, എന്റെ ഫുൾ ലൈവ് ഇരുന്ന് കാണുവാണ്. അപ്പൊ ആരാണ്? അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാൻ ഇപ്പോഴും ത്വര ആർക്കാ? എനിക്കല്ല ബ്രോ, എനിക്കല്ലത്. ഇപ്പോഴും കണ്ടോണ്ടിരിക്കുവാണോ? ഇപ്പോഴും കാണുവാണോ? പിന്നെ എന്നെക്കുറിച്ച് എൻ്റെ ഇതും വെച്ചിട്ട് അവിടെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ കാണാണ്ടിരിക്കാൻ ഞാൻ എന്താ മൊണ്ണയാണോ? എന്നാ പിന്നെ അത് ഇടരുത്. എന്നാ പിന്നെ ഓക്കെ, എന്നാ പിന്നെ ഇങ്ങനെ ഒരു വിഷയം വരരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം പറയരുത്. മനസ്സിലായോ? ഇതെല്ലാം വന്നിട്ട് നമ്മളെ കുറിച്ച് അപരാധിച്ചിട്ട് അത് നമ്മൾ കാണാൻ പോയതിന് നമുക്ക് കുറ്റോ? നമുക്ക് കുടുംബശ്രീയോ? ഇതൊന്ന് ചിന്തിച്ചാൽ പോരെ. ഇത് സിമ്പിൾ ലോജിക്കല്ലേ ഇത്? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതാ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല.
എനിക്ക് അങ്ങനെ ഒരു അതുകൊണ്ടെങ്കിൽ ശരിക്കുള്ള കുടുംബശ്രീ എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങളാണ്, നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പറ. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് ബ്രോന്റെ കാര്യം പറയുമ്പോൾ ബ്രോന്റെ കാര്യങ്ങളും മാത്രം പറയാം, അല്ലാതെ MRCയിൽ എന്തൊക്കെ പ്രശ്നം, ലീഡറും തമ്മിൽ എന്തൊക്കെ പ്രശ്നം നടക്കുന്നു, ഈ ഇതിന്റെ ഗോഡ് ഫാദർ ആയ തൊപ്പി ഇത് എന്തിന് നൂഡിൽസ് വാരിയിട്ടു, എന്തിന് പണ്ട് അപരാധങ്ങൾ ചെയ്തു, എന്തിന് ഇത്ര വാച്ചിങ് കയറ്റി, 52K വാച്ചിങ് എന്തിന് കയറ്റി, ഇതിലെല്ലാം ബ്രോക്ക് പറയാനുണ്ടെങ്കിൽ നമുക്കും ഇതിൽ പറയാനുണ്ടാവില്ല. കാരണം നമ്മളെ സാമാനം എടുത്തുകൊണ്ട് പോയിട്ട് ഒരാൾ അപ്പുറത്ത് വെക്കുമ്പോൾ നമ്മളത് നോക്കണ്ടേ? നമ്മളത് നോക്കാണ്ടിരിക്കുകയാണോ വേണ്ടേ? ഇന്നേവരെ നമ്മൾ അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇങ്ങോട്ട് വന്ന് അപരാധിച്ചിട്ട് നമ്മളത് നോക്കാൻ പോയിട്ട് അത് എന്താ ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് കൺവേർട്ടിംഗ് ആയിട്ടോ വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം വിശ്വസിച്ചാൽ മതി. പിന്നെ MRCയിലെ 2 പേര്, ഞാൻ ഈ പറഞ്ഞ 2 പേര് പറയണം ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരുത്തനാണെന്ന്. ഇതൊന്നും ഞാൻ ബാക്ക് എൻഡിൽ ചെയ്തിട്ടില്ലാത്ത ഒരുത്തനാണ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്. പക്ഷെ ഇത് ഞാൻ ചെയ്ത് ഇത്രത്തോളം ഞാൻ ഈ പറയണത് പോലെ ഞാൻ അത്രയും കമ്മിറ്റ്മെന്റ് ആയോടുകൂടി നിന്നിട്ടുള്ള ഒരാളെ എനിക്ക് പറഞ്ഞു ഓഡിയൻസിന്റെ സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും എനിക്ക് നിങ്ങളുമായിട്ട് RP ചെയ്യാൻ പോലും ഉള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആവാത്തിടത്താണ് ഞാൻ ഈ സാധനത്തിൽ നിന്ന് ബാക്ക് ഓഫ് ആവുന്നത്. കഴിഞ്ഞ ദിവസം വന്ന് ട്രിഗറായി ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ അന്നേരം എനിക്ക് ട്രിഗർ ആയപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു. കുറെ പേര് വന്നിട്ട് ഞാൻ വെള്ളം അടിച്ചിട്ടാണ് ലൈവ് വന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. ചേട്ടാ ഞാൻ മറ്റേ മാന്യൊന്നും അല്ല, ഞാൻ വെള്ളം അടിക്കാറുണ്ട്. അത് ഗവൺമെന്റിന്റെ ബിവറേജിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച് കുടിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ രണ്ടിടത്ത് വന്നിട്ട് ഇവിടെ വന്ന് ഞാൻ വെള്ളം അടിച്ചിട്ട് ഞാൻ ഇരുന്ന് ലൈവ് ഇട്ടിട്ടില്ല. നിങ്ങൾ ആ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലി അതിൽ ജോയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ തലേന്ന് ഞങ്ങൾ ഓൾറെഡി ബാംഗ്ലൂർ എനിക്ക് ഷോ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടിക്കൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് ഇതായ ഹാങ് ഓവറിലൊക്കെ എണ്ണീറ്റ് അടുപ്പിച്ച് എനിക്ക് വെള്ളം അടിക്കുന്ന ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് നല്ല ഹാങ് ഓവറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാൻ പോലും വയ്യാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ് അന്ന് ലൈവ് ഇടാന്നുള്ളൊരു തീരുമാനം വരെ വരുത്തിയത്. ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലി അതിനകത്ത് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ലൈവ് ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്നും വെള്ളം അടിച്ചിട്ട് എനിക്ക് അതൊന്നും എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതൊന്നും പിന്നെ ഞാൻ വെള്ളം അടിക്കോ ഇല്ലയെന്നൊന്നും നിന്നെ തെളിയിക്കേണ്ട കാര്യവും എനിക്കില്ല. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ മദ്യപിച്ചിട്ടോ അതൊന്നും വെച്ചിട്ടല്ല പറഞ്ഞത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വന്ന് പറഞ്ഞതാണ് അതിനകത്ത്. എനിക്ക് എപ്പോഴാണ് ഇത് ട്രിഗർ ആയെന്ന് പറഞ്ഞാൽ ഇത്രയും ടൈമും കാര്യങ്ങളും എല്ലാ ഇതും ഞാൻ ഇവര് MRCയിലെ ലീഡേഴ്സിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന 2 പേരെടുത്ത് ഇത്രയും കാര്യങ്ങൾ അറിയിച്ചിട്ടും ലൈവ് വരുന്ന സമയത്ത് ഇതുപോലെ എന്താ അതാണ് ശരി ഇതാണ് ശരി, അമ്പത്തൂരിന്റെ ഭാഗത്ത് തെറ്റ്, അമ്പത്തൂരിന്റെ അപ്പോഴും അവിടെ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല നീ എന്തിനാണ് ഷമീറെ പെട്ടെന്ന് അമ്പത്തൂരിന്റെ അണ്ടിന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് നോക്കണേ, കൺട്രോൾ ചെയ്യണം, നമ്മുടെ 2 സൈഡിൽ നിന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും വരാതെ നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നല്ല പറഞ്ഞത്. ഓടാൻ മൈരാണ് എടാ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നീ വേറെ എവിടെയെങ്കിലും പോയി ഇട്ടാൽ മതി. അന്നേരം ഇറങ്ങി പോകണവന്മാർ ചാറ്റ് നോക്കി അഭിപ്രായങ്ങൾ എടുക്കുന്നതുണ്ടാവും, അവിടെ പോയി എടുക്കണം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഏതൊന്നും കേൾക്കാനേ പോകണില്ല. ഞാൻ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനല്ല ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് നിന്നെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണ്ട, സത്യാവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കണം. ഇതല്ല സത്യമെങ്കിൽ ഇത്രയും ഞാൻ പറഞ്ഞതല്ല സത്യമെന്ന് നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർ പറയുവാണെങ്കിൽ ഓക്കെ, ഞാൻ ബാക്കി കേട്ടോണ്ടിരിക്കാം. പിന്നെ ഈ പേരിട്ട് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഷമീർ ഈ കുടുംബശ്രീ എന്നൊക്കെ പറയാം. ഷമീർ വന്നായിരുന്നു സംസാരിക്കാൻ. ഷമീർ അറിഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു മീറ്റിംഗ്? അല്ല, ഷമീറിന് അറിയോ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നതായിട്ട്? എൻ്റെ ചോദ്യം ഇതാ. അതായത് ഇങ്ങനെ 2-3-4 മണിക്കൂർ നമ്മൾ ഒരുമിച്ച് ഗ്യാങ്ങിന്റെ കാര്യം സോർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിക്ക് പോകാൻ വേണ്ടി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഷമീറിന് അറിയാമായിരുന്നോ? ഷമീറിന് അറിഞ്ഞൂടായിരിക്കും. ഷമീറിന് അറിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അവൻ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. എൻ്റെ ഒരു ഇതിൽ ഞാൻ നോക്കുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. പക്ഷെ ബാക്കി 2 പേർക്കും അറിയാം, ഈ എഫേർട്ട് ഇട്ടതും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം അറിയാം. എന്നിട്ട് ഗൈസ് അല്ല, ഞാൻ ഇനി എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത്രയൊക്കെ ചെയ്ത് നിന്നിട്ടും നമുക്ക് ഒരു പെർട്ടിക്കുലർ ആൾക്കാരുടെ സൈഡിൽ നിന്നും ബാക്കിയുള്ള സൈഡിൽ നിന്നും ഇത്രയും ഹേറ്റും ഇതും വരുമ്പം നിങ്ങൾക്ക് നോർമലി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരിടത്ത് ഹാർഡ് കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഞാൻ ഹാർഡ് കമ്മിറ്റഡ് എന്ന് പറയത്തില്ല, അങ്ങനെ ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ കൺസേൺ ചെയ്ത ഒരാളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ തന്നെ നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്ത് ഓക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്താക്കാന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും തിരിച്ചടികൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേടിക്കും. അങ്ങനത്തെ ഒരു ഞാൻ ഒന്നാമതേ ഈ പറയണത് പോലെ ബാംഗ്ലൂർ ഭയങ്കര മെസ്ഡപ്പ് ആയിട്ട്
ഞങ്ങൾ ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് വന്നത് ഞങ്ങൾക്കൊരു മുട്ടം പണി കിട്ടി കേസ്. അതായത് ഞങ്ങൾക്ക് 3 ഷോസ് അവിടെ വന്നതായിരുന്നു. അപ്പോൾ അതിൽ 2 ഷോ അടുത്ത മാസം 15ഉം 17ഉം ആയിട്ട് നമുക്ക് ഡേറ്റ് മാറിപ്പോയി. പക്ഷെ ഞാൻ 3-4 ദിവസം ട്രിപ്പ് എന്നുള്ള രീതിയിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ അവിടെ പോയപ്പോഴത്തേക്കിന് ഒരു ഷോ കഴിഞ്ഞപ്പോൾ 2 ഷോ ക്യാൻസൽ ആയി എന്നുള്ളൊരു സാധനം വന്ന് അപ്പോഴത്തേക്കിന് ഇത്രയും എഫേർട്ടും എടുത്ത് ടൈം എടുത്ത് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലും എല്ലാം കൂടെ നിന്ന് ബാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബാഡായിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതും കൂടെ നടക്കണത്. മനസ്സിലായി? അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് കൺട്രോൾ കംപ്ലീറ്റ്ലി പോയി. ഞാൻ ആർപ്പിക്കകത്ത് എനിക്ക് അവിടെ PC ഉണ്ടായിട്ട് പോലും ആർപ്പിക്കകത്ത് കയറാനോ ഈ പറയണ ബാക്കിയുള്ള ഇതാക്കാനും ഒന്നും ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതെ പോയി എനിക്ക്. ഞാൻ അന്നേരത്തെ ട്രിഗറിലാണ് തൊപ്പിയുടെ കാര്യം എടുത്ത് വെച്ച് മെൻഷൻ ചെയ്യണേ. ആൻഡ് ഞാനത് പബ്ലിക്കലി പറഞ്ഞ കാര്യമായതുകൊണ്ട് ഞാൻ പബ്ലിക്കലി തന്നെ ഞാനത് അപ്പോളജൈസ് ചെയ്യുവാണ്. തൊപ്പിയെ പോലത്തെ ഒരാളെ പെട്ടെന്ന് ഞാൻ ആ ചാറ്റ് കണ്ട് ട്രിഗറായി ഡ്രാഗ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിൻ്റെ ഞാൻ ഭയങ്കര ഇമ്മച്യൂറായിട്ട് ആൻഡ് എന്താ പറയുക ട്രിഗേർഡ് ആയിട്ടാണ് സംസാരിച്ചത്. അത് ഞാൻ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇത് ഞാൻ ഒന്നുകൂടെ പറയുവാണ്, തൊപ്പിക്ക് ഇത് തിരിച്ച് ഇത് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ തൊപ്പിയുടെ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് തൊപ്പി എന്നെ അപരാധം പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു സാധനം പറയണേ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനോട് പറയാനുള്ളത് ഞാൻ ലൈവിൽ തന്നെ പറഞ്ഞോളാം. പക്ഷേ അത് ഞാൻ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ ഞാൻ ചെയ്തത് തെറ്റായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം തൊപ്പിയോട് മാത്രം, വേറെ ഒരുത്തനോടും ഞാൻ പറയത്തില്ല. അത് വേറെ ഈ പേരിടുന്ന അണ്ടിയനെടുത്തതും ഒന്നും ഞാനത് പറയത്തില്ല. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ തിരിച്ച് ഞാനിപ്പോ ഇത് കണ്ടിട്ട് നേരെ വന്ന് പറയുക ഡാൻസ് മാസ്റ്റർ ചെഡിക്കണ്ണൻ എന്ന് ഞാനൊരു പേരിട്ട് വിളിക്കുവാണെങ്കിൽ അടുത്ത ദിവസം ഈ ആരാണോ വിളിക്കുന്ന ഈ പർട്ടിക്കുലർ ആളിന്റെ വീഡിയോസിലും ചാറ്റിലും സ്വന്തം ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയ്ക്കകത്തും അങ്ങനത്തെയൊക്കെ പേരുകൾ വന്ന് സ്പാം ചെയ്യുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അതായത് ഒരു സൈഡ് മാത്രം വന്ന് സ്പാം ചാറ്റും ഡാൻസ് മാസ്റ്റർ ഞാനിപ്പോ ഇത് കണ്ടിട്ട് നേരെ വന്ന് പറയുക ഡാൻസ് മാസ്റ്റർ ചെഡിക്കണ്ണൻ എന്ന് ഞാനൊരു പേരിട്ട് വിളിക്കുവാണെങ്കിൽ അടുത്ത ദിവസം ഈ ആരാണോ വിളിക്കുന്ന ഈ പർട്ടിക്കുലർ ആളിന്റെ വീഡിയോസിലും ചാറ്റിലും സ്വന്തം ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയ്ക്കകത്തും അങ്ങനത്തെയൊക്കെ പേരുകൾ വന്ന് സ്പാം ചെയ്യുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അതായത് ഒരു സൈഡ് മാത്രം കേട്ടോണ്ടിരുന്നിട്ട് എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് പോലും അറിയാതെ നമ്മൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അതായത് ഷമീറിന്റെ അടുത്ത് ഞാൻ ഇപ്പോഴും പറയാം, ഷമീറിനെ RPയിൽ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ വളരെ നല്ല രീതിയിലാണ്. ഇന്നേ വരെ ഷമീർ എൻ്റെ POVs ഒക്കെ പറ്റുമെങ്കിൽ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിൽക്കണേ എൻ്റെ POVs ഒക്കെ കാണണം. ഷമീർ എന്നെ ഫോൺ വിളിക്കുന്ന സമയത്തും ഇതാക്കുന്ന സമയത്തും എൻ്റെ ചാറ്റിലുള്ള ആൾക്കാർ MRC ഓഡിയൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. TVL ഓഡിയൻസ് പറയാറുണ്ട് ഷമീറിന്റെ കോള് മിസ്സായി, ഷമീറിന്റെ മെസ്സേജ് ഞാൻ എന്തെങ്കിലും സിറ്റുവേഷനിലാണെങ്കിൽ പിന്നീട് ഷമീറിനോട് വന്ന് സിറ്റുവേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു വെക്കുവാണെങ്കിൽ എൻ്റെ ചാറ്റിലെ ആൾക്കാർ എന്നെ ഓർമ്മിപ്പിക്കും. ഷമീർ വിളിച്ചായിരുന്നു, ഷമീറിന്റെ അടുത്ത് ചെല്ല് ബ്രോ, ഷമീറിന്റെ അടുത്ത് ചെല്ല്, ഷമീർ വിളിച്ചായിരുന്നു, ഷമീർ കോൾ ചെയ്യൂ എന്ന് പറഞ്ഞ് എൻ്റെ ചാറ്റിൽ സ്പാം വരാറുണ്ടായിരുന്നു. മനസ്സിലായോ? ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. എന്റെ ലൈവ് ആണെന്നവർക്കറിയാം. ഞാൻ എന്റെ ലൈവ് ആണെന്നവരെ ബോധിപ്പിക്കുകയാണ്, അല്ലാതെ ബാക്കിയുള്ള ഇപ്പം MRC ഓഡിയൻസിനെ എനിക്ക് ബോധിപ്പിച്ചിട്ടൊന്നും കിട്ടാനില്ല. എനിക്കറിയാം. ഇപ്പൊ പറഞ്ഞില്ലേ, ഇവരടുത്ത് പറഞ്ഞില്ലേ, ഈ പറയണത് പോലെ ഇവര് ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുവാണെങ്കിൽ പോലും ഇവര് പറയാൻ പോണത് ഈ പറയണത് പോലെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുവാണ്, അത് ചെയ്യുവാണ്, അണ്ടി ചെയ്യുവാണെന്നാണ്. പക്ഷെ ലൈവ് സ്ഥിരം കാണുന്നവർക്ക് ലൈവ് കാര്യം പറയാം. ബ്രോ ഇട്ട സ്റ്റോറി അതെന്താ ഷഡ്ഡി ഇട്ട് കളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യായിരുന്നു. എനിക്കിങ്ങനെ ഒരു സ്റ്റോറി ഇടായിരുന്നു. എനിക്കൊരു സ്റ്റോറി ഇടായിരുന്നു. ഞാൻ ഇട്ടോ ഇല്ല അല്ലേ? ഞാൻ ഇട്ടിട്ടില്ല. ഇങ്ങനെ ഒരു സ്റ്റോറി ഞാൻ ഇട്ടിട്ടില്ല. മനസ്സിലായോ? സ്ഥിരം കാണുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് അത്ര പറയുള്ളൂ. ലൈവ് ബാക്കിയുള്ള ആൾക്കാർ എനിക്ക് വേണ്ട കേസ്. എൻ്റെ ലൈവ് കാണാത്തവരെ എനിക്ക് ഇമ്പ്രസ് ചെയ്യണ്ട. ഞാൻ MRCയോട് ഞാൻ അന്നും എന്നും തമാശയ്ക്കും ദേഷ്യം വരുമ്പോഴും എല്ലാം പറയാറുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ പേരിന്റെ പുറത്തുണ്ടായിരുന്ന ഒരു പേരാണത്. ഈഗിൾ എന്ന് പറയുന്ന ഐഡന്റിറ്റി 4 പേര് അറിഞ്ഞു തുടങ്ങിയ അത് ഈ പറയുന്ന MRC അല്ല, എൻ്റെ OG MRC. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് BGIS ക്വാളിഫൈ ആയ ഞങ്ങളുടെ ലൈനപ്പ് ഞാൻ റസിനെ വെനം
എന്താ ഗോഗു, എന്താ നമ്മുടെ ഇവന്, നമ്മൾ ഇത്രയും ആ MRC ഉണ്ട്, എനിക്ക് മനസ്സിലായി. ആ MRC ഞങ്ങൾക്ക് അത് BJS PMI അങ്ങനെന്തോ ആണെന്തോ, ഏതോ ഒരെണ്ണമാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ബ്ലൈൻഡിന് മുമ്പേ ക്വാളിഫൈ ആയത് ഞങ്ങളാ. ഇപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എൻ്റെ ഒരു 1v2 അത് ഇതൊക്കെ കിടപ്പുണ്ട്. ഇപ്പോഴും ബാറ്റിൽ ഗ്രൗണ്ട് PUBG PC അല്ല PUBG ആയിരുന്ന സമയത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങനൊക്കെ ആ സമയത്ത് കളിക്കുന്ന ആരും ഇല്ലായിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വന്ന് പെർഫോം ചെയ്ത് ഒരു ക്ലിപ്പ് പോലും ഇല്ല. ആ സമയത്ത് ഈ പറയുന്ന ഓഡിയൻസും വളരെ വലുതായിട്ടില്ലായിരുന്നു. PMC ആണോ ജോക്കി, ഏതാണെന്ന് ജോക്കി? അത് ജോക്കി PMC ആണല്ലേ? PMCO ക്വാളിഫയേഴ്സ്. ആ MRCയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ, മനസ്സിലായ? ഈ കോമ്പറ്റേറ്റീവ് എന്നുള്ള പറയുന്ന ഒരു സാധനം മെന്റൽ പ്രഷർ കൊണ്ട് നിർത്തിയതാ ഒരു പെർട്ടിക്കുലർ ടൈമിൽ. അല്ലാതെ അത് കളിക്കാനുള്ള കഴിവില്ലായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും അല്ല. ആരും എത്താതിരുന്ന സമയത്ത് എത്തിയതിൻ്റെയാണ് ഇന്നും ഇങ്ങനെ നിൽക്കുന്നത്. ആ സമയത്ത് അങ്ങനെ ആരും ഇല്ലായിരുന്നു കേസ്, അതാണ് ആ സമയമായിരുന്നു OG ഒരു MRC. അത് കഴിയുമ്പോഴാണ് ബ്ലൈൻഡ് വരുന്നത്, മനസ്സിലായോ? അത് കഴിയുമ്പോൾ സൈക്കോ വരുന്നു, സൈക്കോയുടെ കോമ്പറ്റേറ്റീവ് അവന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതാക്കുന്നു. അങ്ങനത്തെ ടൈം തൊട്ട് ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ പേരിന് മുമ്പിൽ ഉണ്ടായിരുന്ന 3 അക്ഷരമാണ്. അതിനോട് എനിക്ക് ഈഗോ എന്ന് നാട്ടിലുള്ള എല്ലാവന്മാരും ഈ RPയുടെ പേരിൽ ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇവരുടെ കൂടെ നിൽക്കാനും ഇവരുടെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനും ഇതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാനും. ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓഫ്ലൈനിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാക്കിനോട് കുറെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം സംസാരിച്ചിട്ടുള്ള സ്ഥിതിക്ക് എനിക്ക് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഇവരോട് ഈഗോയാണ്, ബിട്രയലാണ്, ഇതാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ അതിന്റെ ട്രിഗറിലാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതും ഇതാക്കിയതും. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. ഇനി തെറി പറയാം, തള്ളക്കി പറയാം, നീ അതൊക്കെ ചെയ്ത. പക്ഷെ എൻ്റെ ഓൺ സ്ട്രഗിൾ കൊണ്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയതാണ്. അവൻ ഹെൽപ്പ് ചെയ്ത് തൊപ്പിയുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാവരും ബ്രോ ഷമീർ അവൻ്റെ ഓൺ സ്ട്രഗിൾ കൊണ്ട് പുള്ളി ഓൺ സ്ട്രഗിൾ കൊണ്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയതാണെങ്കിലേ ബ്രോ എൻ്റെ ഇതൊക്കെ എന്ത് ഇമ്മച്യൂർ ആസ് ഫക്ക് എന്നോ? അഭിനവേ ഇത് ഇമ്മച്യൂരിറ്റി അല്ല ബ്രോ. ഒരാൾ എക്സ്ട്രീംലി മൈൻഡ് ഫക്ഡ് ആവുന്ന സമയത്ത് വരുന്ന ഒരു ട്രിഗറാ, മനസ്സിലായോ? ചെയ്ത് കൊടുത്തിട്ടും നമ്മൾ ചെയ്ത് നിന്നിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചെയ്തില്ല എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെന്റൽ ഫ്രസ്ട്രേഷൻ ആണത്. അത് ബ്രോയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരാളുടെ അടുത്ത് കമ്മിറ്റ്മെന്റോട് കൂടി നിന്നാൽ മാത്രമേ നിനക്കത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ നിന്നാലേ നിനക്കത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഞാനും ഇപ്പം നീ പറഞ്ഞില്ലേ മറ്റേ ഹാർഡ് വർക്കും കമ്മിറ്റഡും, ഞാൻ എങ്ങനെയാ വന്നതെന്നുള്ള സ്റ്റോറിയൊക്കെ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ ഓഡിയൻസിന് മടുത്തു പോകും. നീ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഞാൻ എങ്ങനെയാ വന്നതെന്ന് നീ എപ്പോഴെങ്കിലും ഒന്ന് എൻ്റെ ഇതൊന്ന് അന്വേഷിച്ചാൽ മതി. വായിൽ സ്വർണ്ണക്കരണ്ടി ആയിട്ടല്ല ഞാൻ ജനിച്ചത്. എല്ലാവരും അങ്ങനെ തന്നെ. അത് റെസ്പെക്ട് ചെയ്യണം. ഒരു ഇന്ത്യ മൂത്രം കിട്ടാം. മനസ്സിലായ? സ്വർണ്ണക്കരണ്ടി ആയിട്ടല്ല ജനിച്ചത്. എനിക്ക് ആ കരണ്ടി കൊണ്ടുതരാൻ ആരും എനിക്കില്ലായിരുന്നു. ആ കരണ്ടി എൻ്റെ കയ്യിലോട്ട് കൊണ്ടുതരാൻ അത് ഞാൻ സ്വന്തമായിട്ട് ഞാനായിട്ട് പോയി കണ്ടുപിടിച്ചെടുത്തതാണ്. അല്ലാതെ സ്വർണ്ണക്കരണ്ടി എൻ്റെ വായിക്കകത്തോട്ട് വെച്ച് തരാൻ വേണ്ടി ആരും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞ കഴിച്ച് ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ലായിരുന്നു ഇന്ന് ലൈവ് ഇട്ട്. ഞാൻ സ്റ്റോറി ഇട്ടതിന് ശേഷം എനിക്ക് MRCയുടെ ഓണേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാരിലും അഡ്മിൻ പാനലിലും എനിക്ക് സ്റ്റിൽ റെസ്പെക്റ്റ് ഉള്ള കുറേ പേരുള്ളത് കൊണ്ട് ഞാനിത് എനിക്ക് അവരാതോ ഞാൻ തെറി പറയാനും ആക്കി ഇരിക്കുന്നില്ല. അത് ഒരുത്തനോടുള്ള പേടിയും പറയും കൊണ്ടല്ലെന്ന് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനി എന്താ പറയാ, എങ്ങനെ വേണേ കൺവേർട്ട് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതാക്കാം. എൻ്റെ അടുത്ത് ഇനി ഇതിന്റെ പേരിൽ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അപരാധിക്കാനാണ് പ്ലാനെങ്കിൽ
ഞാനത് മിണ്ടാതിരിക്കത്തില്ല, അത് ഞാൻ ഉറപ്പാണ്. അത് അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇത് കണ്ടിട്ടും വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് എന്നെ അപരാധിക്കാനും മറ്റേ പേരിടാനുമാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ അടുത്ത ലൈവ് ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. ഇത് ഞാൻ അശ്വിൻ ചേട്ടനോടുള്ള എൻ്റെ ഒരു സ്നേഹവും ഗ്രാറ്റിറ്റ്യൂഡും എനിക്കുള്ളത് കൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ഒരു റെസ്പെക്റ്റോടുള്ളത് കൊണ്ട് ഞാനിത് ഇങ്ങനെ നിർത്തുന്നു, ഇങ്ങനെ ഇതാക്കുന്നു. എനിക്ക് ഇത്രയും കാര്യം പറയാനുണ്ടായിരുന്നു, ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ലാസ്റ്റ് വീഡിയോ അമ്പത്തൂരിന് അണ്ടി എന്ന് പറഞ്ഞു. ഞാൻ ഈ പെണ്ണുമായി സംസാരിക്കാന്നല്ല, എനിക്ക് ആരാ അമ്പത്തൂരിന്നോ ഇത് ടി വിയിലുള്ളതാണെന്നോ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇത് കാണുന്നുമില്ല, ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല, എന്റെ ഫോക്കസ് മൊത്തം ഇതിലാ. അപ്പൊ ഞാൻ പറഞ്ഞ അമ്പത്തൂരിന്റെ അണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഇവനിത് ബാക്കിൽ നിന്ന് കണ്ടു, ഓന് കൊണ്ടു. മനസ്സിലായോ? തമാശക്ക് പറയാൻ വേണ്ടി ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ല, എനിക്ക് അറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, അതാ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞത്. ഇതിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് അവർക്ക് ഇതിപ്പോൾ ഓൾറെഡി അമ്പത്തൂര് ടി വിയിലാണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള സംസാരമാണ്. മനസ്സിലായോ? ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ നിങ്ങളുടെ അടുത്ത്? ഓക്കെ, കഴിഞ്ഞോ? ഇത്രയല്ലേ ഉള്ളൂ? തീർന്നു. ഞാൻ എന്ത് പറയാനാ? ഈ സമയത്തൊക്കെ ഷമീറിന്റെ കൂടെ വരെ ആർപ്പി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇതൊക്കെ. അപ്പോ ബീഫ് സൗണ്ട് ഉണ്ട്. ആ ബ്രോ എന്റെ കറണ്ട് പോകും ബ്രോ, ഇപ്പൊ വേണേലും പോവാ. എനിക്ക് ഇതിനകത്ത് ചാർജ് ഇല്ല, അതാണ് പ്രശ്നം. കഴിഞ്ഞോ? തീർന്നോ? ഇത്രയല്ലേ ഉള്ളൂ? അപ്പൊ ഇത്രേ ഉള്ളൂ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. നിങ്ങൾക്ക് ബാക്കി ഡിസൈഡ് ചെയ്യാം ഗൈസ്. പിന്നെ ഒരു MRC ഫാൻ ഉള്ള രീതിയിൽ MRC ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ, ഞാൻ അപരാധിക്കാൻ വന്ന ലൈവാണ് നിങ്ങളുടെ അടുത്ത്, ഞാൻ നന്മവരം കളിക്കാൻ വന്ന ലൈവല്ല. ഞാൻ പറയാണ്, ഞാൻ ഇന്ന് നിങ്ങൾ ഈ പറഞ്ഞ പ്ലേയേഴ്സിനെ ഞാൻ മറ്റേ ഇരുന്ന് അപരാധിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഞാനിത് വന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ഇത് എൻ്റെ സൈഡ് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് അശ്വിൻ ചേട്ടൻ, നീ ആദ്യം നിന്റെ സൈഡ് അവരുടെ അടുത്തൊന്ന് പറഞ്ഞു നോക്ക്, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്ക്, നിനക്ക് ഉപദ്രവിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഇതാക്കാം. പിന്നെ അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞപ്പം ഓക്കെ, എന്നാൽ അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് ഞാനിത് ഇതാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ, അശ്വിൻ ചേട്ടൻ, നീ ആദ്യം നിന്റെ സൈഡ് അവരുടെ അടുത്തൊന്ന് പറഞ്ഞു നോക്ക്, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്ക്, നിനക്ക് ഉപദ്രവിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഇതാക്കാം. പിന്നെ അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞപ്പം ഓക്കെ, എന്നാൽ അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് ഞാനിത് ഇതാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെന്താ ഇത്? ഓക്കെ, അപ്പൊ ഞാൻ പറയാം, ആദ്യം നിന്റെ സൈഡ് അവരുടെ അടുത്തൊന്ന് പറഞ്ഞു നോക്ക്, അവർക്ക് ഓക്കെ. ഞാൻ പറയല്ലോ, എനിക്കിതങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ ലൈവ് വന്ന ആളാണ്. ഇന്നലെ ഞാൻ നോർമൽ ലൈവ് ചെയ്യേണ്ട ആളാണ്. ഞാൻ 5 ദിവസം GTയും ബാക്കി 2 ദിവസം നോർമൽ ലൈവ് ചെയ്യുന്ന ആളാണ് ഞാൻ ഇന്നലെ ഈ പറഞ്ഞ പോലെ അശ്വിൻ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ യാതൊരു കാര്യത്തിലും ഞാൻ DC പോലും ഞാൻ കയറിയിട്ടില്ല. ഞാൻ നോർമൽ ലൈവ്, എൻ്റെ നോർമൽ ലൈവ് മാറ്റി ഞാൻ ഇന്നലെ ഞാൻ എന്താ പറയുക GTA ലൈവാണ് ഞാൻ ഇന്നലെ ചെയ്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും ഇതിൻ്റെ ക്ലിപ്പ് വരും, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ സ്പാം ചെയ്യും, ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വരും, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇത് വരുമെന്നുള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ഇന്നലെ നോർമൽ ലൈവ് മാറ്റി വെച്ച് GTA മാത്രം ചെയ്തത്. അതിലും ഒന്നും ഞാൻ ഈഗിളിനെ കുറിച്ച് ഞാൻ ഇതുവരെ ഇത്രയും സംസാരിച്ചതിൻ്റെ ഇടയിൽ എൻ്റെ വായിൽ നിന്ന് അറിയാതെ പോലും ഞാൻ ഒരു തെറി വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തെറി വിളിച്ചിട്ടില്ല ഈഗിളിനെ, കാരണം അങ്ങനെ ഒരു തെറി വിളിക്കേണ്ട ഇതിലേക്ക് ഞാൻ കണ്ടിട്ടുമില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുമില്ല. തൊപ്പീനെ പറഞ്ഞത് ഓക്കെ, അവർ തമ്മിൽ തീർക്കുവാന്നല്ലാണ്ട് ഞാൻ ഇതിൽ കയറി തെറി വിളിച്ച് ഇതാക്കാൻ എനിക്ക് തീരെ താല്പര്യവുമില്ല. എനിക്ക് അതിന് യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ തെറി വിളിച്ച് ഈഗിളിനെ തെറി വിളിച്ച് അങ്ങനെ ഇതാക്കുവാന്ന് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്, എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ആ റെസ്പെക്റ്റിൻ്റെ കണ്ണോടുകൂടി തന്നെയാണ് ഞാൻ ഈഗിളിനെ കണ്ടതും ഞാൻ ട്രീറ്റ് ചെയ്തതും. ഞാൻ ഓരോ തവണ സംസാരിക്കുമ്പോൾ ആയാലും എൻ്റെ ഉള്ളിലടക്കം ആ ഒരു റെസ്പെക്റ്റും ഇതും ബഹുമാനവും കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത് ഈഗിളിൻ്റെ അടുത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ന ആളെ കുറിച്ച്, അതായത് MRCനെ കുറിച്ച്, അല്ലെങ്കിൽ തൊപ്പി എന്ന് പറയുന്നത് നമ്മളെ എന്നെ കുറച്ച് എന്താ പറയുക, എൻ്റെ ഉയർച്ചയിൽ എന്നെ ഇതിലേക്ക് എത്തിച്ച ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്. ഓക്കെ, ഇതൊക്കെ മാറ്റി നിർത്തിയാലും എൻ്റെ ഫ്രണ്ടാവും, എൻ്റെ 13 വർഷമായിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ MRC ഇതെല്ലാം മാറ്റി വെക്കുക, എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ഒരാൾ വന്ന് ഇങ്ങനത്തെ എന്താ പറയുക, ഓൻ റീച്ച് ഉണ്ടാക്കിയത് അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടാണ്, എന്താണെന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് കൊള്ളും ബ്രദർ, എനിക്കത് കൊള്ളും. കാരണം ഇങ്ങനെ പോയാലും അതിപ്പം നിങ്ങൾക്ക് കൊള്ളൂല.
ചന്ദ്രൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈഗിളിനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെ തൊപ്പി വന്ന് പറയുന്നുണ്ടെങ്കിൽ ചന്ദ്രൻ ചുമ്മാതിരിക്കും? ഇല്ല, ആർക്കും അത് പറ്റൂല, മനസ്സിലാവും. അപ്പം എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് അങ്ങനെ കുറ്റം പറയുമ്പോൾ ഞാനത് കണ്ട എനിക്കത് നിൽക്കാൻ പറ്റൂല, മനസ്സിലായോ? എനിക്കത് കണ്ടുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതിൽ പിന്നെ മറ്റേ മീൻസ് അവർ പേരിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ കാര്യങ്ങളിലും കൂടുതൽ ഇത് കാണിച്ചുകൊണ്ട് എന്താ പറയുക, നമ്മളെ മൊത്തത്തിൽ അടിച്ചമർത്താൻ വേണ്ടി ഈഗിൾ ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ നോക്കി നിൽക്കുമ്പം അത് ശരിയാവില്ലല്ലോ. നമുക്ക് നമ്മളതായൊരു ഇതുണ്ടല്ലോ, അത് നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ, വേണ്ടേ? അത് വേണം. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞതാ. വേറെ എനിക്ക് യാതൊരു പ്രോബ്ലം എനിക്ക് ഈഗിളുമായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറയുമ്പോൾ നമുക്ക് അങ്ങനെ അത് വല്ലാണ്ട് കൊണ്ടു, മനസ്സിലായോ? വല്ലാണ്ട് കൊണ്ടു. അല്ലെങ്കിൽ ഞാൻ ലൈവ് അല്ലാണ്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എനിക്ക് എന്തെങ്കിലും ഇതാക്കാം. ഇത് അങ്ങനെ അല്ലല്ലോ. സാധനം പറഞ്ഞപ്പം ഓക്കെ എന്നാ അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും വീണ്ടും വരുവാ. ഇന്നലെ DC ഞാൻ എന്താ പറയാ GTA ലൈവാണ് ഞാൻ ഇന്നലെ ചെയ്തത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതിൽ എന്തെങ്കിലും ഇതിന്റെ ക്ലിപ്പ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈഗിൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഈഗിൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ പേര് ഇട്ടതെന്ന് പറഞ്ഞാൽ അതെന്റെ എൻ്റെ എന്താ പറയാ, എൻ്റെ വായിന്ന് അറിയാതെ വരുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇത്രയും ഈഗിൾ പറഞ്ഞ ഒരു ഇതൊരു സിമ്പിളായിട്ട് കണ്ടാൽ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നിങ്ങൾ അത്രയും നമ്മളെ കുറിച്ച് പറഞ്ഞു അല്ലേ, അതൊരു മിസ്റ്റേക്കാണെന്ന് ഈഗിൾ എന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അത് കേട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഈഗിളാണെങ്കിലും ഒരിക്കലും നിൽക്കൂല ഇങ്ങനെ ഒരു കാര്യം. അതായത് GTA അകത്തുള്ള കാര്യം, ഗെയിമിൻ്റെ അകത്തുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ പുറത്തുള്ള കാര്യമാണ്. പുറത്തുള്ള കാര്യങ്ങൾ ഈഗിൾ വലിച്ചിട്ട സ്ഥിതിക്ക് എനിക്ക് എന്താ പറയുക, എനിക്ക് ഇതിൽ ഇടപെടാണ്ട് നിൽക്കാൻ പറ്റൂല. ഞാൻ എന്തായാലും പറയേണ്ട കാര്യം എനിക്ക് ക്ലിയർ ചെയ്തേ പറ്റൂ. എനിക്ക് അതിൻ്റെതായ ഒരു ചുമതല, ആസ് എ റെസ്പോൺസിബിലിറ്റി എനിക്ക് ഉണ്ട് ഇതിൽ, മനസ്സിലായോ? എനിക്ക് അങ്ങനെ ഇതും കണ്ട് അല്ലെങ്കിൽ ഇതും കേട്ട് എനിക്ക് ഒരിക്കലും അങ്ങാണ്ട് നിൽക്കാൻ പറ്റൂല. ഈഗിൾ നമ്മളെ അങ്ങനെ റെസ്പെക്ട് ചെയ്ത് കണ്ടതാണ്, അങ്ങനെ തന്നെയാണ് നമ്മൾ സംസാരിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്തതും. പക്ഷേ ഇങ്ങോട്ട് വന്ന് നമ്മളെ എന്താ പറയുക, ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചതും ഇത്തരം കാര്യങ്ങളിൽ തൊപ്പിയെ വലിച്ചിട്ടതും ഇതിലെല്ലാം എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. അപ്പോൾ ആ വിഷമത്തിൻ്റെ പുറത്ത് ഞാൻ അത്രയും ഫിൽട്ടർ ചെയ്ത് അത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ അത്രയും ഫിൽട്ടർ ചെയ്ത് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടെന്ന് ഞാനിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അത്രയും എന്താ പറയുക, ഇത് പറയാൻ പറ്റുമോ, ഇത് പറയരുത്, ഇങ്ങനെ തെറി വരരുത്, എൻ്റെ വായിന്ന് ഒരു തെറി പോലും വരരുത്, ഞാൻ ഒരു തെറി പോലും വിളിക്കരുത്. അങ്ങനെ എനിക്ക് ഒരു ഭയങ്കര ദൃഢനിഷ്ഠ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഭാഗത്തുനിന്ന് തെറി വരരുത് എന്നുള്ളത്. അത് ഞാൻ മാക്സിമം പാലിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈഗിളിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞത് എനിക്ക് റിയാക്ട് ചെയ്യാൻ നിൽക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്കൊരു ഓഡിയൻസ് ബേസ് ഉണ്ട്, MRCക്ക് ഒരു ഓഡിയൻസ് ബേസ് ഉണ്ട്. അത് എനിക്ക് തൊപ്പി തന്നതാണ്. അത് നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ തൊട്ട് ഒരാൾ ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങാണ്ട് നോക്കിയും കണ്ടും എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റൂല, മനസ്സിലായോ? അത് ഈഗിളിനും അങ്ങനെ തന്നെ ആയിരിക്കും. അതിപ്പോൾ നിങ്ങളെ കൂട്ടത്തിലുള്ള മെമ്പേഴ്സിനും അങ്ങനെ തന്നെ ആയിരിക്കും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം ക്ലിയർ ചെയ്തു, ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക, നല്ല രീതിയിൽ പോകാനാണെങ്കിൽ അങ്ങനെ പോവാം. ബാക്കി ഈഗിൾ പറയുന്ന പോലെ അത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്കറിയാം ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. നോക്കി നിൽക്കുമ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അടിച്ചമർത്താൻ വേണ്ടി ഈഗിൾ ചെയ്യുന്നത് എന്ത് അടിച്ചമർത്താനാണ് ചെയ്തിട്ടുള്ളത്? എനിക്ക് ഇതിനാണ് റിപ്ലൈ വേണ്ടുന്നത്. ഇതാണ് ഞാൻ ട്രിഗർ ആവാനുള്ള സാധനം ഗൈസ്. ഈ അടിച്ചമർത്തൽ എന്ന് പറയുന്നത് എന്താ? ഇവരുടെ കൂടെ RP ചെയ്യാൻ സഹകരിക്കണതാണോ അടിച്ചമർത്തൽ? ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തായിരുന്നു അടിച്ചമർത്തൽ? ഇതാണ് എനിക്ക് പറ്റാത്ത സാധനം പറഞ്ഞപ്പം ഓക്കെ എന്നാ അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും വീണ്ടും വരുവാ. ഇന്നലെ ഞാൻ എന്താ പറയാ, GTA ലൈവാണ് ഞാൻ ഇന്നലെ ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്ത് ഇതിനകത്ത് ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ ബാക്കിയുള്ള കാര്യങ്ങളോട് മനസ്സിലാക്കണം. ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റിയിൽ അതും വരുമെന്നുള്ള സത്യം മനസ്സിലാക്കണം. അല്ലാതെ ലൈവ് ഇടാൻ നേരം മാത്രം GTA ഓപ്പൺ ചെയ്തിട്ട് GTA കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിലല്ല. ആ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തു പറയുവാണ്. എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ഞാൻ നമുക്ക് ഇതിവിടെ നിർത്താം. എന്താ പറയാ, ഇത് പറയാൻ പറ്റുമോ, ഇത് പറയരുത്, ഇതിവിടെ നിർത്താം. ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു അത് ഞാൻ എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് എൻ്റെ ഇതിൽ വന്ന എലിഗേഷൻസും കാര്യങ്ങളും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈഗിൾ പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഞാൻ കുറച്ചുകൂടി ഇതാക്കണം. അത് ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ആലോചിക്കണം, 2 മാസമേ ആയിട്ടുള്ളൂ ഞാൻ ഇതിൽ വന്നിട്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിത് മാക്സിമം ചെയ്യാൻ വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്, മനസ്സിലായോ? എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇതിലേക്ക് വരാൻ പറ്റൂല. നമുക്ക് വേറെയും കുറേ മുമ്പ് അവിടെ ഉണ്ടായപ്പോൾ സമയത്തായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടത്. അവിടെ നമുക്ക് അതിനൊന്നുള്ള സമയം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഡെയിലി ഇനോഗ്രേഷൻ പരിപാടികൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് GTA എന്ന് പറഞ്ഞ കാര്യത്തിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റിയിരുന്നില്ല, മനസ്സിലായോ?
എനിക്കിതിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ടൈം കിട്ടിയിരുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം ഓരോ ദിവസവും നിങ്ങൾക്കറിയാം ഞാൻ ലൈവ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടയേർഡായിട്ടൊക്കെ ഞാൻ ലൈവ് വന്ന സമയങ്ങളുണ്ട്, നിങ്ങൾക്കറിയാതെ. അതായത് ഷൂട്ടിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും വെബ് സീരീസോ എന്തെങ്കിലും സംഭവത്തിന് പോയി ഇങ്ങനെ എല്ലാം പറഞ്ഞ ഇനോഗ്രേഷൻ പരിപാടി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈവ് വരുന്നത്. ഞാൻ അത്രയോ ലൈവിൽ തന്നെ ലൈവ് എൻ്റെ ആക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ട്. എന്തിന് ഈ പറഞ്ഞ പോലെ ഇനോഗ്രേഷനും പരിപാടികൾക്കുമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. കാരണം അത് നമ്മളെ ഒരു ചുമതലയാണ്. അപ്പം അതിനുവേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇപ്പുറത്ത് ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അത് സത്യം തന്നെയാണ്. ആസ് എ റെസ്പോൺസിബിലിറ്റീൻ്റെ കാര്യം പറയുമ്പോൾ അത് സത്യമാണ്. ഞാൻ അത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നല്ല രീതിയിൽ ഞാൻ നോക്കും. അപ്പോൾ അത്രേ പറയാനുള്ളൂ എനിക്ക്. ഇപ്പം എന്താ എൻ്റെ പാസ്വേഡ് മാറിയോ? ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത്രയല്ലോ ഗൈസ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ കോൾ എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും മെസ്സേജ് അയച്ച് നോക്കാം. ഇപ്പോൾ കോൾ എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ പറയില്ല, എനിക്ക് ഞാൻ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഈഗിൾ. കാരണം ഞാൻ കുറേ കാര്യങ്ങൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ഞാൻ ഈഗിളിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കണ്ട് പഠിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഈഗിളിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഒരു റോൾ മോഡൽ GTA ആസ് എ സ്ട്രീമർ ഒരാളെ ഞാൻ ഐഡലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരുമല്ല, അത് ഈഗിൾ മാത്രമാണ്. ഞാൻ എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരാളെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈഗിളിനെ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഓഡിയൻസ് എന്നോട് പറയുന്ന കാര്യം, ഈ പറയുന്ന ഈഗിള് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പറയുന്ന പോലെ ഈഗിളിനെ കുറിച്ച് കുറ്റം മാത്രമല്ല കുറേ ആൾക്കാർ പറയുന്നത്. ഇവിടെ വന്നിട്ട് എൻ്റെ MRCയിലുള്ള ഓഡിയൻസ് തന്നെ പല ആൾക്കാരും പറയാറുണ്ട് ഈഗിളിനെ കണ്ടു പഠിക്കൂ, ഈഗിളിനെ പോലെ ആവൂ, ഈഗിളിനെ പോലെ കണ്ട് പഠിക്കൂ, അല്ലെങ്കിൽ ഈഗിളിൻ്റെ ഇത് കണ്ട് പഠിക്കൂ എന്ന് എന്നോട് കുറേ ആൾക്കാർ പറയാറുണ്ട്. അത് ഞാൻ അതുപോലെ ചെയ്യുന്ന ഒരാളുമാണ്. ഞാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ക്ലിപ്സ് ആയാലും, ലൈവ് ഞാൻ കാണാറില്ല, ക്ലിപ്സ് ആയാലും കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കാറുണ്ട്. എന്താണ് എങ്ങനെ ഒരു ലീഡർ ആയിരിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അഡ്വൈസ് അടക്കം ഞാൻ ചോദിച്ച ഒരാളാണ്. മനസ്സിലായോ? അതൊന്നും ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ഇതാക്കുന്നില്ലല്ലോ. പക്ഷേ നമ്മളെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സംഭവം, ഒരു അലിഗേഷൻ വന്ന സ്ഥിതിക്ക് ഞാൻ അതിൽ ഇടപെട്ടു. എനിക്കത് ഇടപെടാണ്ട് നിൽക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ ഇടപെട്ടു. അത്ര മാത്രമേ ഉള്ളൂ. വേറെ എനിക്ക് പേഴ്സണലായിട്ട് ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഈഗിളായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു കാണുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ കാണുന്ന ഒരാളടുത്തുനിന്ന് ഞാൻ വിചാരിക്കാത്തൊരു സംസാരങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ അത് എനിക്ക് കൊണ്ടു. മനസ്സിലായോ? അതിൻ്റെ പേരിലാണ് ഞാൻ സംസാരിച്ചതും ഇതാക്കിയതും എല്ലാം. നോ കോൾ. ഓക്കെ. അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാലേ, അല്ല അത് നമ്മൾ പുറത്തുനിന്ന് ഞാൻ തീർത്തോളാം. അത് ഞാൻ ഇതായിക്കോളാം. അത് ഞാൻ അങ്ങനെ തീർത്തോളാം. അതാണല്ല അല്ല അങ്ങനെയല്ല, അത് ഞാൻ അങ്ങനെ തീർത്തോളാം. കാരണം ഞാൻ ഈ പറഞ്ഞല്ലോ, റൈഡ് സ്പീഡോ അത് എത്ര പ്രാവശ്യമായി ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തിരക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിലെനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ നോക്കും. ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ, ഗ്യാങ്ങിൻ്റെ കാര്യങ്ങൾ ഇതാക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ഞാൻ നോക്കും. മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നല്ല ഒരു കാര്യങ്ങളല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അതിനെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഫിൽട്ടർ ചെയ്താണ് ഞാൻ അതിനെ റിയാക്ട് ചെയ്തത്. അത്രയും എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിലാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് എനിക്കൊരു മാന്യത കാണിക്കാൻ പറ്റൂല. മനസ്സിലായോ? ശരിക്കും എൻ്റെ സ്വഭാവം വെച്ചിട്ടും എൻ്റെ ഇത് വെച്ചിട്ടും ഞാൻ വേറൊരാളാണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല ഒരിക്കലും പ്രതികരിക്കാം. ഞാൻ വേറെ രീതിയിലായിരിക്കും പ്രതികരിക്കുക. ഈഗിളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു രീതിയിലും ആ ഒരു ഇതിൽ ഞാൻ സംസാരിച്ചതും കാര്യങ്ങളെല്ലാം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കങ്ങനെ ഒരിക്കലും അങ്ങനെ നിൽക്കാൻ പറ്റൂല ഗൈസ്. അങ്ങനെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റൂല. അതാ ചെക്ക് ലൈവ് എന്താ അല്ല, അത് ഞാൻ ഈഗിളുമായിട്ട് ഞാൻ പുറത്ത് സംസാരിച്ചോളാം. അത് ഞാൻ തീർത്തോളാം. ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ സംസാരിച്ച് തീർത്തോളാം. അതും വെറുതെ ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ട് ഞാൻ പറയാമല്ലോ, ഞാനിപ്പം പറയുന്നു, ഞാൻ ലൈവായ സമയത്താണ് ഈഗിൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ സ്പാം വന്നുകൊണ്ട് മാത്രമേ ഞാൻ എടുത്ത് നോക്കിയത്. എനിക്ക് എടുത്ത് നോക്കാണ്ടിരിക്കാൻ എനിക്ക് വേറൊരു വെയ്യില്ല. എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിലെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് എനിക്ക് നോക്കായിരുന്നു, എന്തെങ്കിലും ഇതാക്കാൻ വേണ്ടി. പക്ഷേ സെയിം ടൈം നമ്മൾ രണ്ടാളും ലൈവുള്ള സമയത്ത് തന്നെ ഇങ്ങനെ ഒരു
സംഭവം ഈകളുടെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് തന്നെ പറയാം, മിസ്റ്റേക്ക് തന്നെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് റിയാക്ട് ചെയ്തു, അതവിടെ തീർന്നു. ഈ പറഞ്ഞ പോലെ എനിക്ക് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ പ്രശ്നം കാണാൻ വന്നവരും ഇവരെല്ലാം പോവാം. ആയിട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് തുടക്കം ആയിട്ട് നോക്കിയിട്ട് അതിനെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി അത്രയും മൈൻഡിൽ ഈ സാധനങ്ങൾ ഇല്ലാണ്ട് ഒരാൾ വന്ന് ഇങ്ങനെ ചുമ്മാ ചാറ്റ് ട്രിഗർ ആക്കിന്നോ. ഇത് ആരെ ഈ പൊട്ടനാക്കുന്നത്? ചാറ്റ് ട്രിഗർ ആക്കി നോട്ട് ആരെ ഈ പൊട്ടനാക്കുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ല. ആരെ ഈ പൊട്ടനാക്കുന്നത്? ചാറ്റ് ട്രിഗർ ആക്കുന്നു. ചാറ്റ് ഇതെന്താ യോഗി സംഭവം? കണ്ട അപരാധങ്ങൾ മൊത്തം വിളമ്പലാണോ ഇത്? മാന്യമായിട്ട് 6 വർഷം സ്ട്രീം ചെയ്യുന്ന ഗെയിമിംഗ് മാത്രം സ്ട്രീം ചെയ്യുന്ന ഇത്ര വാച്ചിങ് കയറ്റുന്ന ആളാണ് ഇത് പറയുന്നത്. ഈകൾ പറയാണ് ഇത്ര മാത്രം വാച്ചിങ് കയറ്റുന്നുണ്ട്, ഇത്ര മാത്രം. ബ്രോ ഞാൻ ആദ്യം തൊട്ടേ തുടക്കം തൊട്ടേ ചോദിക്കുന്ന കാര്യമാണ്. ഇവരെന്ത് പറഞ്ഞാലും തൊപ്പിയുടെ കേസിലോട്ട് വരും. ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഞാൻ ആദ്യം തൊട്ടേ സംസാരിക്കണത് എന്റെ അച്ചീവ്മെന്റ്സ്, എന്റെ പേഴ്സണൽ കാര്യം വെച്ചിട്ടാണ്. നീ എന്തിനാ പിന്നെയും ഇത് തൊപ്പിയിലോട്ട് എത്തിക്കണം? തൊപ്പിക്ക് പറയാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് തൊപ്പിക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സോറി പറഞ്ഞത്. അത് എന്റെ മിസ്റ്റേക്ക് ആണ് ഞാൻ അഡ്മിറ്റ് ചെയ്തതാ. ഓക്കെ, നിങ്ങൾ ഇത്രയും സിറ്റുവേഷനെ പറ്റി പറ, ഈ ബാക്കി ഒരു കാര്യത്തെ പറ്റി സംസാരിക്കണില്ല. സ്ട്രീം ചെയ്തുകൊണ്ട് ഇത്ര മാത്രം സംഭവം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെന്ന് ബായിന്ന് വരേണ്ട കാര്യമാണ് ഇത്. ഞാൻ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ ഈകളെ. നീ തന്നെ ഇപ്പം പറഞ്ഞു ഞാൻ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. 6 കൊല്ലായി ആണോ? 6 കൊല്ലായി. നിങ്ങൾ അപ്പുറം ഇപ്പുറം മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് പോകേണ്ട ആൾക്കാരാ ആണോ? ആണ്. എന്നിട്ട് ഇങ്ങനെ വന്ന് ലൈവിൽ വന്ന് അവരാധിച്ചിട്ട് അയ്യോ ഞാൻ അത് ചാറ്റ് ട്രിഗർ ആക്കി, അത് ഞാൻ കണ്ടില്ലായിരുന്നു, അത് ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിപ്പോയതായിരുന്നു. നാണമില്ല ബ്രോ. പറഞ്ഞില്ലേ തിരിച്ച് ഞാനായിരുന്നെങ്കിലോടാ ഞാൻ. ബ്രോ ഈ നാണത്തിന്റെ ഒക്കെ കേസ് പറയണ ഞാൻ പറഞ്ഞാൽ ചിലപ്പോ കൂടിപ്പോവും. ഞാൻ അതാ പറഞ്ഞ നാണത്തിന്റെ ഒക്കെ കേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഞാൻ പറയാം ബ്രോ. ഞാനിപ്പോ ജീവിതത്തിൽ എനിക്ക് പട്ടിണി കിടക്കേണ്ട വന്നാലും ഞാൻ സാരി ഉടുത്ത് ഇവിടെ വന്ന് നിൽക്കൂല. ഇല്ല ജോക്കി, ഞാനത് ചെയ്യത്തില്ല. അവനൊന്നും എൻ്റെ അടുത്ത് നാണത്തിന്റെ കാര്യം പറയരുത് ജോക്കി. ഓക്കെ, സാരി ഉടുത്ത് നിൽക്കട്ട. ഓക്കെ അല്ല ഗൈസ്, സ്കിപ്പ് അല്ല ഇതിപ്പോ ഓക്കെ നമ്മൾ സോൾവ് ചെയ്തല്ലേ. ഇങ്ങനത്തെ ആൾക്കാരൊന്നും എൻ്റെ അടുത്ത് നാണത്തിന്റെ കാര്യം പറയരുത്. നാണത്തിന്റെ കാര്യമൊക്കെ അത് വിടണം ജോക്കി. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും അത് ഞാൻ അങ്ങനെയാണെങ്കിൽ അമ്പി കളിക്കരുത്, മറ്റേ ഇതാക്കരുത്, കുക്കിഡപ്പ് സ്റ്റോറി എന്നൊക്കെ ആണെങ്കിൽ ഇത് നീ ആദ്യം പോയി നിനക്ക് ഹോളിഡേഴ്സിനോട് പറ. അവരാണ് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൊല്ലായി ആണോ? 6 കൊല്ലായി. നിങ്ങൾ അപ്പുറം ഇപ്പുറം മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് പോകേണ്ട ആൾക്കാരാ ആണോ? ആണ്. എന്നിടത്ത് നാണത്തിന്റെ കാര്യം പറയരുത്. നാണത്തിന്റെ കാര്യമൊക്കെ അത് വിടണം ജോക്കി. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും അത് ഞാൻ അതുപോലെ സംസാരിച്ചേ. അപ്പൊ അവൻ ഇതിങ്ങനത്തെ കാര്യങ്ങൾ നാണത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നിട്ടേ ജോക്കി, അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് എനിക്ക് കിട്ടിയ മുമ്പലിന്റെ ട്രിഗറിന്റെ പുറത്തിൽ പറഞ്ഞതാ. ഒരാളുടെ അടുത്ത് ഒരു തെറ്റ് പറഞ്ഞാൽ പറ്റിക്കഴിഞ്ഞാൽ സോറി പറയാം, സോൾവ് ചെയ്യാം. പറ്റിയില്ലെങ്കിൽ അത് അവർക്ക് താല്പര്യമല്ലേ, അവരുടെ അടുത്ത് സംസാരിക്കാൻ പോയിരിക്കും. അല്ലാതെ അതിന്റെ അപ്പുറത്ത് എനിക്ക് ഒരുത്തനെ കാല് പിടിക്കാനൊന്നും പറ്റത്തില്ല ജോക്കി. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ സാധനം ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് തുടക്കം തൊട്ടേ ഞാൻ പറയണം. അതുകൊണ്ടാണ് തുടക്കം തൊട്ടേ എനിക്ക് അത് പറയാനുള്ളത് താല്പര്യമില്ല, അതുമില്ല. വേണ്ട ഇവിടെ എന്തായാലും സോറി പറഞ്ഞു. ഞാൻ പറയണം ഇതിനെ പറ്റിയോ അല്ല ഗൈസ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് പറയുക, അത് നിങ്ങൾ അതിലേക്ക് സോറി പറഞ്ഞു. ഓക്കെ, ഞാൻ പറയണം അതിനല്ല. എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യ സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കി? ഇതൊന്നുമില്ല. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ TVന്റെ ഓഡിയൻസും തന്നെ ആൾക്കാർക്ക് മനസ്സിലായി. TVന്റെ ഓഡിയൻസും തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇത്രമാത്രം ഫ്രസ്ട്രേഷൻ കൊണ്ടാണോ ഈകള് മറ്റേ തൊപ്പിന്റെ മുമ്പിലും ബാക്കി ആൾക്കാരുടെ മുമ്പിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലായി. അവർ എന്നെ സ്വയം ഇതാക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു? കുറേ കഥകൾ, കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വന്നിട്ടാണ് മൂപ്പര് ഇപ്പൊ പറയുന്നത്. നമുക്ക് എന്തായാലും കേട്ടോ, എന്നെ പറയുമ്പോൾ ബാക്കി ഞാൻ പറയാം. എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ എന്റെ മെമ്പേഴ്സിനും എന്റെ ഓഡിയൻസിനും ഞാൻ ഒരു ഗ്യാങ്ങിന് ഇത് കിടലും ജോഗി. അറ്റ്ലീസ്റ്റ് അത് ഇത്രയും കേട്ടിട്ട് ഇവർക്ക് മനസ്സിലായില്ലേ ജോഗി? നമ്മളത് എക്സ്പെക്ട് ചെയ്യണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ വിടുന്ന ഞാൻ തോന്നണം നല്ലത്. വേസ്റ്റ് ഓഫ് എനർജി ആയി പോകും സീരിയസ്ലി. ഇത്രമാത്രം ഇതിനി ഇരുന്ന് ലൂപ്പാക്കാൻ എനിക്ക് വയ്യ. എനിക്കും താല്പര്യമില്ല. എന്റെ പൊന്നു ബ്രോ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തോ മുഞ്ചാനാ വീണ്ടും റിയാക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞല്ലോ, ഇത്രയല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല, അത് ഞാൻ വിട്ടോളാം. അത് കുഴപ്പമില്ല, അത് വിട്. അല്ല, അത് മൂപ്പര് ആ ട്രിഗറിന്റെ പുറത്ത് പറഞ്ഞായിരിക്കും.
ലങ്കത്